വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. നാം ഇവിടെ ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഈ വചനം ഓടിച്ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യഹൂദന്മാരോട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. അപ്പൊ ദൈവസന്തതിയുടെ വിശേഷതയാ ദൈവവചനം കേൾക്കും. വചനം പ്രസംഗിക്കുമ്പോൾ ഉഴപ്പുകയും അലക്ഷ്യമായിട്ടിരിക്കുകയും കൂടെ കൂടെ എഴുന്നേറ്റ് പോവുകയും അശ്രദ്ധമായിട്ടിരിക്കുന്നത് ദൈവസന്തതിയല്ല. താഴത്തെ വാക്യമുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും വേണ്ട. 8-ാം അധ്യായത്തിൽ താഴെയുണ്ട്. ദൈവസന്തതിയുടെ വിശേഷത ദൈവവചനം കേൾക്കും. ഈ രാത്രി നമുക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു. മേഘത്തിന് സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിക്ക് തള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. പിന്നെ 6-ാം വാക്യം മുതല് പറയുക, അവര് മോഹിച്ചു, പിന്നെ വിഗ്രഹാരാധന, പരസംഗം, പരീക്ഷിച്ചു, പിറുപിറുത്തു, ഇതെല്ലാം പറഞ്ഞിട്ട് 11-ാം വാക്യം 12-ാം വാക്യം ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. എന്നിട്ട് 13-ാം വാക്യം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നതിന് ഇതേ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്റെ പരീക്ഷയോടുകൂടെ പോക്കോഴിയും തരുക. ഇപ്പൊ ഇത്രയും വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ എന്തിക്കാ ഇത് 8:45 നിർത്തുകയല്ല, 9:45 നിർത്തുന്ന ലക്ഷണമില്ല എന്ന് ചിലർക്കൊരു ചിന്ത കാണാം. 10 പറ നെല്ലുണങ്ങുന്ന ബാക്കി 2 പറ ഉണങ്ങാൻ, ബാക്കി ചുരുട്ടി വെച്ചാൽ മതി. മൊത്തം നിവർക്കണ്ടല്ലോ. 2 പറക്കുള്ളത് ചുരുട്ടി പ്രത്യേകിച്ച് ബാക്കി നമുക്ക് ചുരുട്ടി വെക്കാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 1 പറ പോലും ചിക്കാൻ താല്പര്യമില്ല. അത് ശ്രദ്ധിക്കുക. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള തിരുവെടുത്താണ് നമ്മൾ വായിച്ചത്. അകത്തെ കസേര കൊണ്ടിരുന്നാണ്. അങ്ങനെ അതാരാന്ന് അറിയാതെ സ്വത്തതയും കിട്ടുകയാണ്. ഒരു യോധം വന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. വേദപുസ്തകം ഞാൻ സാധാരണ പറയാറുണ്ട്, ചിലർക്ക് അറിയത്തില്ല. ഈ പെന്തിക്കോസിലൊക്കെ 10-20 കൊല്ലമായെങ്കിലും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഇങ്ങനെ ഈ കൈയടിക്കാൻ മേളം ഉണ്ടാക്കുകയും ചെയ്യുന്നല്ലാതെ ഇതിനെപ്പറ്റി വെളിവൊന്നുമില്ല ചിലർക്ക്. ഈ ഒരു സാമാന്യ അറിവ് നമുക്കുണ്ടായിരിക്കണം. എല്ലാം അറിയാവുന്നവരാരുമില്ല, എങ്കിലും ഏകദേശം ഒരു സാമാന്യ. അപ്പുറത്തെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയണം. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ. നമ്മളോട് ചോദിക്കുക, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ എൻ്റെ മുറിയിൽ കയറി കിടക്കും. അതൊരു മര്യാദയല്ലല്ലോ. നമ്മുടെ വീട്ടിൽ ആരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയണം. ഇപ്പൊ എല്ലാ സർക്കാരിന്റെ ഉപദേശം ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ ഉപദേശം അറിഞ്ഞിരിക്കണം. ധാരാളം പുസ്തകങ്ങളുണ്ട്. രാമായണമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഭാഗവതമുണ്ട്, ഖുർആനുണ്ട്. അങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അതെല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും വേദപുസ്തകത്തെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. വേണ്ടായിരുന്നു. അതെ, ദൈവദാസന്മാർക്കറിയാം. ഞാനിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് പറയാനാണോ ഈ ബന്ധപ്പെട്ട് വന്നതും ഞങ്ങളെ വൈകുന്നേരം കൂട്ടി വരുത്തിയതും? അറിയാത്ത ആരേലും ഉണ്ടെ അവരുടെ അറിവിലാണ്. നമുക്കറിയാം വേദപുസ്തകം എത്ര പുസ്തകമാണ്? വേദപുസ്തകത്തിൽ എത്ര പുസ്തകം ചേർന്നതാണ് ഈ സത്യവേദ പുസ്തകം? ഉറക്കെ പറയണ്ടേ? 66. പഴയ നിയമം എത്ര പുസ്തകമാണ്? 39. പുതിയ നിയമം 27. അങ്ങനെ മൊത്തം 66. ഇനി ഈ വേദപുസ്തകം 66 പുസ്തകം എത്ര പേര് ചേർന്ന് എഴുതിയതാണെന്ന് അറിയാമല്ലോ? 40ഓളം പേര്.
എത്ര കൊല്ലം കൊണ്ടാണ് എഴുതി തീർത്തെന്ന് അറിയാമോ? ഏകദേശം ഇപ്പൊ സ്തോത്രമൊന്നും പറയണ്ട, ഇത് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞോട്ടെ, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടാ ഇത് എഴുതി തീർത്തത്. ഉൽപ്പത്തി പുസ്തകം എഴുതി വെളിപ്പാട് പുസ്തകം എഴുതി തീർത്തപ്പോൾ ഏതാണ്ട് 1600 കൊല്ലം എടുത്തു. ഏതാണ്ട് 40 എഴുത്തുകാര്. അതിൽ പഴയ നിയമത്തിലെ 39 പുസ്തകം ഏതാണ്ട് 32 പേരാ എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയത്. ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് എഴുതി. ആ 8 പേരില് 4 പേര് അപ്പോസ്തലന്മാരാണ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. ഇപ്പൊ എല്ലാവരും അങ്ങ് അപ്പോസ്തലന്മാരാണ്. നോട്ടീസിൽ കാണുന്ന അപ്പോസ്തലൻ ജോർജ് കുട്ടി, അപ്പോസ്തലൻ താൻകുട്ടി, അപ്പോസ്തലൻ ദേവകുട്ടി, അപ്പോസ്തലൻ ബാബുക്കുട്ടി, മുഴുവൻ അങ്ങ് ഈ മിക്ക അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാം. എങ്ങനെ തുടങ്ങണമെന്ന് അറിയാൻ മേലെ എങ്ങനെ നിർത്തണമെന്നറിയാം. മിക്ക അപ്പോസ്തലൻ കല്യാണം നടത്തി പെണ്ണിനോട് പറയേണ്ടത് ചെറുക്കനോട് പറഞ്ഞു, ചെറുക്കനോട് പറയേണ്ടത് പെണ്ണ്. പിന്നെ അവര് നേരത്തെ ഇതെല്ലാം പറഞ്ഞു നടക്കുന്നതുകൊണ്ട് കാര്യമല്ല. അവര് പറയേണ്ടതെല്ലാം പറഞ്ഞു പോകേണ്ടതെല്ലാം പോയി എല്ലാം അത്ര ഉള്ളു പറയുന്നു. അറിയത്തില്ല. ഇന്നാണ് ഒരു അപ്പോസ്തലൻ ശവോടൊക്കെ നടത്തുക. അവര് മാന്യമായ ഒരു കുടുംബത്തിലെ മാന്യനായ ഒരു ജനപ്രതിനിധിയും കൂടെ ആയിരുന്നില്ല. എല്ലാവരും ബഹുമാനിക്കപ്പെട്ടയാണ്. അതിൽ 1-2 പിള്ളേര് രക്ഷാനിർണയം പ്രാപിച്ചതല്ല. അവര് സമുദായത്തിലെ പ്രധാന ആൾക്കാരാണ്. അപ്പോൾ സമുദായസ്ഥരായ ആൾക്കാരുമുണ്ട്, ജനപ്രതിനിധികളുണ്ട്, MLA MP ഒക്കെ ഉണ്ട്. ഞാനും പോയി. ഉപദേശമല്ലെങ്കിലും ചെയ്യുന്നതിനൊരു രീതി ഉണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തെ ഒരു 6 അടി പൊക്കം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ എല്ലാം നെടുപ്പത്തിൽ കിടക്കുക. പെട്ടി നല്ല പെട്ടിയൊക്കെ, ഒരു സാമ്പത്തികമായിട്ട് അതിന്റെ ഭദ്രതയുള്ളവര്. ഇതിനകത്ത് വന്നുള്ള കാശല്ല, പുരാതനെ അവർക്ക് സ്വത്തുള്ളവരാണ്. പെട്ടിയെ കിടത്തി. അപ്പം നല്ല ഡ്രസ്സുമൊക്കെ ധരിച്ച്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഈ കസവിന്റെ നേരിയത് ഇങ്ങനെ ഞാൻ ഇടുന്നത് പോലെ ഇതുപോലൊന്നുമല്ല. നല്ല വൃത്തിയായിട്ട് ആ കസക്കൊക്കെ ഇങ്ങനെ പെട്ടിയെ കിടത്തിരിക്കും, പൂക്കളുമൊക്കെ വെച്ച്. സമുദായക്കാരും ഉണ്ട്. ഒരപ്പോസ്തലൻ നടക്കാൻ നേരത്ത് സാധാരണഗതിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുഴിയാണെങ്കിൽ കുഴിക്കകത്ത് വെക്കണം, സെല്ലാണെങ്കിൽ ആ സെല്ലിലോട്ട് വെക്കണം. ലിഖിതമായ പ്രമാണമില്ലെങ്കിലും ചെയ്യുന്നതിനൊരു വിധമുണ്ട്. ഇനി വേദപുസ്തകത്തിൽ അങ്ങനെ പ്രമാണമില്ല. പിന്നെ പണ്ട് മുതലേ ചെയ്തു വരുന്നത് കൊണ്ട് ഒരു നുള്ളു മണ്ണ് ഇടും. മണ്ണിന് മണ്ണായും കൂടിക്ക് അങ്ങനെ ഇടണമെന്നൊന്നും വേദപുസ്തകത്തിൽ പ്രമാണമില്ല. പിന്നെ ഉണ്ടല്ലോ, അത് സാധാരണ ചെയ്യേണ്ടത് ഒന്നേ പെട്ടിയല്ല, കുടിക്കകത്ത് വെച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ സെല്ല് വെക്കുമ്പോഴാണ് അതിന്റെ യോഗ്യത. ഇത് മുഖം മൂടുന്നതിന് മുന്നേ, പെട്ടി അടയ്ക്കുന്നതിന് മുന്നേ മണ്ണ് വാരി അവിടെ അത് ഇച്ചിരി ഇടുക എന്ന് ഇങ്ങനെ വന്ന് പൂശുക. ആ കൊച്ചുങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. അവരുടെ മുഖം വല്ലാതാകുന്ന ഞാനോടത്ത് മിക്കവാറും ഞാനോട് തല്ലുകൊള്ളുവന്നു. സത്യം പറയുക. എന്ത് അവങ്ങളാണ് കൂടെ പെർഫ്യൂം അടിച്ചോണ്ടിരിക്കുക. അവരുടെ രീതി അതല്ല, വൃത്തിയായിട്ട് കിടക്കുക പെട്ടിയല്ലേ. ഈ വിവരദോഷി അത് നല്ല മണ്ണാന്നേ കുഴപ്പമില്ല, ചെള്ളിയും കൂടെ ചേർന്നത് എടുത്ത് അടക്കി ശർക്കര വരട്ടെ, നമ്മുടെ തേങ്ങായി ശർക്കരയും കൂടെ വരട്ടെ, ഇങ്ങനെ ഉണ്ടല്ലോ. അവസാനം ഞാൻ എന്തോ ചെയ്യാനാ, ബോധക്കെടുകാരനാ. അല്പം കഴിഞ്ഞപ്പം മുഖം മൂടണമെന്ന് പറഞ്ഞു. മുഖം മൂടുന്നതിന് മുന്നേ എനിക്ക് ചെയ്തേ. മുഖം മൂടാൻ പറഞ്ഞപ്പം എനിക്കൊന്ന് മരുമകനാണ് തോന്നുന്നത്. അദ്ദേഹം പെന്തിക്കോസ്തുകാരനല്ല, പക്ഷെ നല്ല ഒരു 6 അടി പൊക്കമുണ്ടോ. അയാൾ ഒരു തട്ട് തട്ടിയ 3 വിദേശമാരെന്നാലും താഴെ വീഴും. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ആ മൂല കിടന്ന ഷീറ്റെടുത്തു, ഉടഞ്ഞു, മണ്ണ് തെറിച്ചു, എൻ്റെ വായിലും വീണു. അടുത്തേക്കല്ലേ ഉണ്ടാ. അതാ ഒരു അപ്പോസ്തലൻ.
വെളിവെന്ന് പറയുന്നത് ചിലതിനില്ല. എന്നാൽ വളരെ പരിജ്ഞാനത്തോടെ തന്മയത്വത്തോടെ ദൈവകൃപയോടെ ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാം അപ്പോസ്തലന്മാരാ, അപ്പോസ്തലൻ. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ 27 പുസ്തകം എഴുതിയത് 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 അപ്പോസ്തലന്മാർ: 1 പത്രോസ്, 2 യോഹന്നാൻ, 3 മത്തായി, 4 പൗലോസ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 പേര്: 1 മർക്കോസ്, 2 ലൂക്കോസ്, 3 യാക്കോബ്, 4 യൂദ. അപ്പൊ 4 അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ഈ അപ്പോസ്തലന്മാരല്ലാത്ത 4 പേരിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെയുള്ളവരാ, ശിഷ്യന്മാരാണ്. 1 മർക്കോസും 2 ലൂക്കോസ്. ലൂക്കോസ് പൗലോസിന്റെ കൂടെയും മർക്കോസ് പത്രോസിന്റെ കൂടെയും. ഇങ്ങനെയാണ് പുതിയ നിയമം എഴുതിയ 8 പേര്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്തേലും പറയാം, മനസ്സിലായോ? പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇത് ഒന്ന് സാധാരണ ഒരു അടിസ്ഥാനപരമായ ഒരു പഠനമാണ്. നമ്മൾ ഇന്ന് കൊരിന്ത്യൻ ലേഖനം 10-ാം അധ്യായം 1-ാം ലേഖനം 10-ന്റെ 1 മുതൽ 13 മുതലാണ് വായിച്ചത്. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. 5 പുസ്തകം, 4 സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തി. ഇത് 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം ചരിത്രമാണ്. അത് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ വിശേഷത, ആ ചരിത്രമേ പറയാൻ കൊള്ളാവുന്ന ചരിത്രം. ബാക്കി നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ. എന്റെ നിങ്ങളുടെ ഒന്നും ചരിത്രം അധികം വിളമ്പാതിരിക്കുന്നതാ. ഉറക്കെ പറ. നമ്മുടെയൊക്കെ കുടുംബചരിത്രവും അധികം വിവരിക്കാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. സ്തോത്രം. പക്ഷെ ഏറ്റവും നല്ല ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രം. പറയാൻ കൊള്ളാവുന്ന ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, ആസ്വദിക്കാൻ പറ്റുന്ന ചരിത്രം. അത് മറ്റാരുടെയല്ല, നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം. അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവുമാണ്. അതെ, 4 പുസ്തകം ക്രിസ്തുയേശുവിന്റെ ചരിത്രം. അടുത്ത പുസ്തകം അപ്പോസ്തല പ്രവൃത്തി. അതും ചരിത്രമാണ്. എന്ത് ചരിത്രം എന്ന് ചോദിച്ചാൽ ആദിമ സഭയുടെ ആരംഭ ചരിത്രം. സഭ എങ്ങനായിരുന്നു, സഭയിൽ വന്നവരെങ്ങനായിരുന്നു, സഭ എങ്ങനെ പോണം, സഭയിൽ എന്തൊക്കെ നടന്നു, ഇതൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തി. 28 അധ്യായം, 28 ഉള്ളത്. അതിനെ ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് വിവരമുള്ളവർക്ക് മനസ്സിലാക്കാം. ഉണർവ് കർമ്മമായി വരുന്നതൊക്കെ വിളിച്ചു പോകുന്ന ആൾക്കാർ 28. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ ചരിത്രങ്ങളും ആ ശുശ്രൂഷയുടെ ചരിത്രങ്ങളാണ്. പിന്നീട് 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ആ ലേഖനം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ മുഴുവൻ ഉപദേശം എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് അകത്തു വരുന്നവർക്ക് പിന്നെ സുവിശേഷമല്ല, ഉപദേശമാണ്. സഭയ്ക്കകത്ത് ഉപദേശം പറയണം, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അങ്ങനെ ആ പ്രയോഗം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ഇത് ഒരിക്കലായി തന്ന ഉപദേശങ്ങളും വിശ്വാസവും. അപ്പൊ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ 21 ലേഖന ഉപദേശങ്ങളാ. അതിൽ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസാണ് എഴുതിയത്. ഏതാണ്ട് 14 ലേഖനം പൗലോസിന്റെ ലേഖനം. 13 ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം. ഒന്ന് ചിലർക്ക് തർക്കമാ, ഞാൻ തർക്കിക്കത്തില്ലെന്ന് പൗലോസ് എഴുതിയതാ. 14 ലേഖനം പൗലോസിന്റെ. ഇഷ്ടമുള്ള യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. അങ്ങനെ 21 ലേഖനം. ഇതിൽ പൗലോസ് 14 ലേഖനം എഴുതി. ആ 14 ലേഖനത്തിൽ
7 സഭയ്ക്ക് ലേഖനം എഴുതി. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയ്ക്ക് ദൂത് പറയുന്നുണ്ട്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. അപ്പോൾ തന്നെ പൗലോസ് 7 സഭയ്ക്ക് ലേഖനം എഴുതി. ആ 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. 7 സഭയ്ക്ക് 9 ലേഖനം. വെളിപ്പാടിൽ 7 സഭയ്ക്ക് ഓരോ ദൂതാ പറഞ്ഞത്. എന്നാൽ 7 സഭയ്ക്ക് 9 ലേഖനം. 9 ലേഖനം വരാൻ കാര്യം കൊരിന്ത് സഭയ്ക്ക് 2 ലേഖനം എഴുതി, തെസ്സലോനിക്ക സഭയ്ക്കും 2 ലേഖനം. അപ്പൊ അങ്ങനെയാണ് 7 സഭയ്ക്ക് 9 ലേഖനം. ഞാനിങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്നെ ഒരു സന്തോഷമില്ലാത്ത ഗ്രഹിച്ചിരിക്കുകയാണോ അതോ അപ്പോൾ ഈ 9 ലേഖനം 7 സഭയ്ക്ക്. ഞാൻ പറഞ്ഞതിന് ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കും, ശ്രദ്ധിച്ചിരുന്ന കുറച്ചുകൂടെ സന്തോഷം. ഇന്നിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വായിച്ചത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. ഇനി ലേഖനം ഉപദേശപരമായി പഠിച്ചാൽ റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണമാണ്, കൊരിന്ത് ലേഖനം ശുദ്ധീകരണമാണ്. നീതീകരിക്കപ്പെട്ട ആൾക്കാർ ശുദ്ധീകരിക്കപ്പെടണം. ഗലാത്യ ലേഖനം അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. അങ്ങനെ സ്വാതന്ത്ര്യം വരുത്തിയ ആൾക്കാരെ കൈവിടത്തില്ല. എഫേസ്യ ലേഖനം കൊണ്ടിരുത്തിയിരിക്കുകയാണ് സ്വർഗത്തിൽ. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് ഈ പരുവത്തിനല്ല ഇരിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം സന്തോഷമാണ്. ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം സന്തോഷമാണ്. പിന്നെയും സന്തോഷിക്കണമെന്നാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വലിയ ചതിക്കുഴി പെട്ടതുപോലെ ദൈവമേ ഇതുപോലൊരു ചതിവ് പോട്ടെ, ഇങ്ങനെ ഇരിക്കുന്നല്ലോ വലിയ കാര്യം. നിങ്ങൾ ആട്ടെ ഇപ്പൊ ആ ഗരിമേലിലോട്ട് കയറാണ്. എന്തോ സന്തോഷവും ചാട്ടമാണെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, സത്യദൈവത്തെ സേവിക്കുന്ന നമ്മൾ എന്തും വേണ്ട ആർക്ക് സന്തോഷം? ഇപ്പൊ ചിലർ പറയാം പക്ഷെ സന്തോഷമൊക്കെ ഉണ്ടതെല്ലാം അകത്ത് ആയിക്കോട്ടെ, അകത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ അകത്ത് പഴുപ്പ് കയറുമ്പം പുറത്തറിയാം. കടയിൽ ചെന്ന് പഴുത്തതാണോ എന്ന് ചോദിക്കേണ്ടത്. കിടക്കുന്ന അത് അറിയാം. പഴുത്തത് ഏതാ, പഴുക്കാത്തത് ഏതാ, ചെമ്പഴം ഏതാ, വാടിപ്പഴുത്തത് ഏതാ, വിളയാതെ വെട്ടിക്കൊണ്ട് വന്ന പോലെ ഏതാ. ഇതിപ്പോ കാണുമ്പോൾ അറിയാം വിളഞ്ഞത് ഏതാ, വിളയാത്തത് ഏതാ, പമ്മിയിരിക്കുന്നത് ആരാ, നിന്റെ മോന്ത എന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറെക്കുറെ പിടി കിട്ടും. പിന്നെ ഇപ്പം ഞാനങ്ങ് പോകുന്നതുകൊണ്ട് നമ്മൾ അലോഗ്യം ഉണ്ടാക്കണ്ട. ഇതിൽ എനിക്ക് ഏറെക്കുറെ നല്ല കള്ളന് പോലീസിനെ കണ്ടാലും അറിയാം, നല്ല പോലീസിന് കള്ളനെ കണ്ടാലും അറിയാം. അറിയാം. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറെക്കുറെ മൊത്തം അറിയത്തില്ല, എങ്കിലും ഏറെക്കുറെ അറിയാം. എന്നാലും ആട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോ ലേഖനങ്ങളും ഉപദേശപരമായ വിഷയങ്ങളാണ്. നമുക്ക് മടങ്ങി വരാം. കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി, 1, 2 ലേഖനം. നമ്മൾ 1-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയാണ് വായിച്ചത്. അതെ, 1-ാം ലേഖനത്തിൽ എത്ര അധ്യായമുണ്ട് നോക്കി അങ്ങ് പറ. എത്രയമ്മേ? എന്റെ 16 അതോ 16? എന്റെ 16 അല്ലല്ലോ. അല്ല, നോട്ടവും പറഞ്ഞിട്ടൊക്കെ കണ്ട് അങ്ങനെ എനിക്കൊന്ന് തോന്നുന്നതാണ്. അപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 16 അധ്യായമുണ്ട്. ഈ 16 അധ്യായം ഓടിച്ചൊന്ന് പഠിച്ചാൽ, ഓടിച്ചൊന്ന് പോയാൽ മൊത്തം വിശദീകരിക്കാനൊന്നും പഠിക്കാൻ നേരവുമില്ല. മുമ്പേ പറഞ്ഞ പോലെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ വിശദീകരിക്കാനും തോന്നുന്നില്ല. ഓടിച്ചെന്ന് ഇപ്പം കോട്ടയത്ത് എവിടെ ചോദിക്കാം, കോട്ടയത്ത് നിന്ന് എവിടെ പോവാ?
മൂലമറ്റത്ത് പോവുക, പെട്ടെന്ന് പറയാം, വിശദീകരിക്കും പറയാം. കോട്ടയത്തിൽ നിന്ന് ഏറ്റുമാനൂർ വന്നിട്ട്, പാലായി വന്നിട്ട്, തൊടുപുഴയിൽ വന്നിട്ട്, മുട്ടം വന്നിട്ട്, അല്ല മൂലമറ്റം ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, കാഞ്ഞാറ്, അങ്ങനെയൊക്കെ വിശദീകരിക്കുകയും ചെയ്യാം. ഒറ്റവാക്കി പറയാൻ കോട്ടയത്ത് നിന്ന് മൂലമറ്റ, ഇന്നിപ്പോ അങ്ങനെ പോകുന്നത്. 16 അധ്യായം ഓടിച്ചെന്ന് കയറിയാൽ 1-ാം അധ്യായം സഭയ്ക്കകത്ത് പക്ഷം, 2-ാം അധ്യായം ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായം ഈർഷ്യ പിണക്കും, 4-ാം അധ്യായം കണ്ടമാനം ചീർക്കുന്ന അറിവ്, 5-ാം അധ്യായം ജാതികളുടെ ഇടയിൽ പോലുമില്ലാത്ത നടപടിക്രമങ്ങൾ, 6-ാം അധ്യായം കേസും കോടതിയും വഴക്കും, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പതം തിന്നാമോ തിന്നാൻ പാടില്ലയോ തർക്കം, 9-ാം അധ്യായം ഇതെല്ലാം പറയുന്ന പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, 10-ാം അധ്യായം വിഗ്രഹാർപ്പതം തിന്ന് പട്ടു, 11-ാം അധ്യായം പ്രധാനമായിട്ട് തിരുമേശ, അതിനു മുമ്പ് ഫാഷൻ, എല്ലാ ഫാഷനും സഭയ്ക്കകത്ത് മൺഡേ മുതൽ സാറ്റർഡേ വരെ കാണുന്ന ഫാഷൻ എല്ലാം സൺഡേ സഭയെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നു. 12-ാം അധ്യായം കൃപാവരം നിന്നിട്ടില്ല, നിൽക്കത്തുമില്ല ഇപ്പോൾ കൃപാവരം. അറിവില്ലാത്തവരായിട്ടിരിക്കരുത് വരങ്ങളെ കുറിച്ച്. 13-ാം അധ്യായം ഏറ്റവും ശ്രേഷ്ഠമായ വരം, അത് സ്നേഹം നിലനിൽക്കുന്നത്. 14-ാം അധ്യായം കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ. വരമുണ്ട്, ചിലർക്ക് വിവരമില്ല. അപ്പോൾ വരം കുറച്ച് കിട്ടിയാലും വിവരം അത്യാവശ്യമാണ്. അതാണ് 14-ാം അധ്യായം. 15-ാം അധ്യായം ദൈവമക്കളുടെ മരണം, അടക്കം, ഉയർപ്പ്, രൂപാന്തരം, കർത്താവിന്റെ വരവ്, ഇതെല്ലാം ആ 15-ാം അധ്യായം വളരെ പ്രത്യാശയുടെ അധ്യായമാണ്. 16-ാം അധ്യായം എല്ലാവർക്കും വലിയ താല്പര്യമില്ല. കാരണം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് ചരതിച്ചു വെച്ചതല്ല ഇവിടെ കൊണ്ടുവരണം. അതാണ് 16-ാം അധ്യായം. അത് ഞാൻ തുടർന്നില്ല, കാരണം നിങ്ങൾക്കും വലിയ തൃപ്തി ഇല്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകണ്ട. കർത്താവിന്റെ മഹത്വം. നമ്മള് 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെ ആ കുറുവാക്യം വായിച്ചത്. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, അത് പാടില്ല, വിശേഷിച്ച് സഭയ്ക്കകത്ത്. ചിലയിടത്ത് ചില സഭകളിൽ ചെന്നാൽ പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു പക്ഷം, പ്രക്ഷാളൻ കമ്മിറ്റിക്കാർ 2 പേര് ഒരു പക്ഷം, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു പക്ഷം, എല്ലായിടത്തും പക്ഷമാണ്. ചില സഭകളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, ലണ്ടൻ എല്ലാം ഒരു പക്ഷം, നാടനെല്ലാം ഒരു പക്ഷം. ചില സഭകളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തവരെല്ലാം കൂടെ ഒരു പക്ഷം, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുനിറമെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ ഒരു പക്ഷം, എല്ലായിടത്തും പക്ഷമാണ്. ചില വീട്ടിൽ ചെന്നാൽ അമ്മയും മോനും ഒരു പക്ഷം, അപ്പനും മോളും വേറൊരു പക്ഷം, എല്ലായിടത്തും പക്ഷം പിടിക്കുക. ഗുരുദ്യാസഭയിൽ പോകുന്ന അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേവാമിന്റെ പക്ഷം, ചിലര് ക്രിസ്തുവിന്റെ പക്ഷം, ചിലര് ഒരു പക്ഷം, ഇല്ലെങ്കിൽ പക്ഷം, എല്ലായിടത്തും പക്ഷമാണ്. സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാകരുത്. ഇപ്പൊ പക്ഷമെന്ന് പറയുന്നതിന് അത്ര പ്രസക്തിയില്ല. പാനല്ല, ചെറിയാച്ചന്റെ പാനലും കറിയാച്ചന്റെ പാനലും, പാനലുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതൊന്നും IPC-കാരോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതിന്റെ ഉസ്താദുകളാണ്. പിന്നെ മൂലമറ്റംകാർക്ക് എങ്ങനെ ഇതിനെ പറ്റി എന്നുള്ളത് എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ മകത്ത്. എങ്കിലും അങ്ങോട്ട് പോകും തോറും ഇത് കൂടി വരിക, എങ്ങോട്ടാന്ന് മനസ്സിലായിട്ടാണ്. അങ്ങോട്ട് പോകും തോറും ദൈവത്തിന്റെ മകത്ത്. ആട്ടെ, നമുക്ക് ഈ വാസ പ്രാർത്ഥന അതല്ലല്ലോ നമ്മുടെ വിഷയം, വിട്ടേക്കാം. എങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി അറിവില്ലാതിരിക്കരുത്. പക്ഷം പിടിക്കരുത്, പാനൽ പിടിക്കരുത്. അത് ഗുണത്തിനല്ല, ദോഷത്തിൽ ചെന്ന് കലാക്ഷം. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ഒരിക്കലുമില്ല. ഇതിനകത്ത് തരംതിരിവ് പാടില്ല, വേറുകൃത്യം പാടില്ല, ഒന്നും പാടില്ല. കാശുള്ളവർക്ക് കൈ കൊടുക്കുമ്പോൾ ഒന്ന് മുറുക്ക കൊടുക്കുകയും കാശില്ലാത്തതിന് കൊടുക്കുമ്പോൾ 2 പേരിൽ കൊടുക്കുകയും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാഴിയൊന്നുമില്ല. നിങ്ങൾ നല്ല വേന്ദ്രന്മാരാണെന്ന് എനിക്കറിയാം, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. ഒന്നും മനസ്സിലാകാഴിയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും തെറ്റിക്കട്ടെ, എന്നാലും നിങ്ങൾ പറയും ക്ലാസ് തെറ്റിക്കെന്ന് പറയും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. പിന്നെ ദൈവനാശനാണല്ലോ നോക്കി നിങ്ങൾ മമ്മി ഇരിക്കുക, അത് നല്ലത് വാങ്ങിയിരിക്കും. എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. അഥവാ ഒരുത്തൻ ഗ്രൂപ്പിസവുമായിട്ട് വന്നാൽ എന്റെ ഭാഷയാ, അന്നേരം മുളയിലെ നുള്ളിക്കളയണം.
ബ്രദറെ, ഇതിവിടെ പാടില്ല. ഇവിടെയുള്ള ദൈവമക്കളെല്ലാം ഒറ്റക്കെട്ട. ഇങ്ങനെ തരം തിരിച്ചും തണ്ടി പിടിച്ചും അവൻ തരം വേർതിരിച്ചും. അത് ഞങ്ങൾ ഉപദേശിമാര് വന്നാലും പറയണം, പാസ്റ്റർ ഇതിവിടെ ചെലവാകുകയെന്ന് പറയണം. ഇവിടെ എല്ലാം ഒറ്റക്കെട്ട. ഒരു വിശ്വാസി വന്ന് പറഞ്ഞാലും പറയും, അന്നേരം പറയണം. ചാക്കോച്ച നമ്മൾ ഒന്നിച്ച് നിൽക്കണം, അവൻ മറ്റേതാ അങ്ങനെ പറഞ്ഞു വന്നാൽ അന്നേരം വെട്ടണം. വെടല് വെട്ടാന്നല്ല പറഞ്ഞ് ആ വിഷയം. നാം ഒരു അപ്പത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ മഹത്വം. നാം എല്ലാം വേർപെട്ട ദൈവമക്കളാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. നമ്മെ ഓർത്താതരിച്ചല്ലോ, വീഴ്ചയെന്നിയേകോമലിച്ചല്ലോ, വൈദികൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് താൻ വല്ലവനല്ലോ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം പാടില്ല ദൈവത്തിൽ. അത് 1-ാം അധ്യായം കർക്കശ ഉപദേശം പറയുക. 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇല്ല, ഈ സഭയ്ക്കകത്തിരിക്കുന്ന എല്ലാവരും ആത്മീയരല്ല. ഇതിനകത്ത് പ്രാകൃതനുണ്ട്, ഉണ്ട്. ആത്മാവില്ലാത്തവനുണ്ട്. സ്തോത്രം. പ്രാകൃതനുണ്ട്, ജഡീകനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉപദേശം ഇഷ്ടമല്ല. 2-ാം അധ്യായത്തിൽ അവൻ ഉപദേശം കൈക്കൊള്ളുന്നില്ലെന്നാണ്. ഇപ്പൊ ഈ സഭയ്ക്കകത്ത് ഉപദേശം മിക്കടുത്തും പറയുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഉപദേശി പറഞ്ഞാൽ പുള്ളിയോട് വലിയ താല്പര്യവും ഇല്ല. ഉടനെ പറയാം അയാളെ മാറ്റുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പൊ ചോദിക്കും എങ്ങോട്ട് മാറ്റി? ഈ സെക്ടറിൽ വേണ്ട, നമുക്ക് അട്ടപ്പാടി സൈഡിൽ അവിടെ മത്തായിച്ചനുണ്ടല്ലോ, മത്തായിച്ചനെ തന്നെ ഏറ്റെടുത്തോളൂ, അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. അങ്ങനെയുള്ള കാലങ്ങളാണ് തന്നെ. ഇപ്പൊ ഈ സഭ ഈ സ്ഥലം മാറ്റം തന്നെ ഈ ദൈവകൃപയിലോ ദൈവാത്മ നടത്തിപ്പിലോ അല്ല. ഉപദേശിമാര് തന്നെ ഒരു ധാരണ വരിക, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഈ പണ്ടൊരു കളി ഉണ്ടായിരുന്നു ഓണത്തിന്. അത് ഈ ഇപ്പറ ഒരു 5 പേര് അപ്പറ ഒരു 5 പേരല്ലേ, ഇപ്പറ ഒരു 6 പേര് അപ്പറ 6 പേര്. സ്ത്രീകളുടെ കളികളാണ്, കണ്ടിട്ടുണ്ട്. തോളെ കൈകിട്ട. അതിങ്ങനെ ഒരു ചൊല്ലുണ്ട്, പൂവെടുക്കാൻ പോരുന്നോ പോരുന്നോ അത് രാവിലെ. വയ്യാത്തോണ്ടല്ലേ ഞാൻ കാണിച്ചു തന്നെ. അപ്പം ഇവരിങ്ങോട്ട് അങ്ങോട്ടില്ല, പൂവെടുക്കാൻ പോരുന്നോ പോരുന്നോ അത് രാവിലെ. അന്ന് അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോ ഇവര് പുറകോട്ട് വരും, ആരെ നിങ്ങൾക്ക് ആവശ്യം മതി. അപ്പൊ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് എന്ന് പറയും, ഞങ്ങൾക്ക് പെണ്ണമ്മ ഞങ്ങൾക്ക് ആവശ്യം. അതിന്റെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ, പെണ്ണമ്മ ഞങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. ഉടനെ അവരിങ്ങോട്ട് ആര് വന്നവളെ കൊണ്ടുപോകും രാവിലെ. ഉടനെ ലില്ലിക്കുട്ടി വന്നവളെ കൊണ്ടുപോകും രാവിലെ. അങ്ങനെ അടുത്ത ഡയലോഗ്, എന്നാലൊന്ന് കാണട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉള്ള കളി ചൂപ്പാട് വന്ന പെണ്ണുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയായി ഇപ്പൊ സഭയ്ക്കകത്ത് നടക്കുന്നത്. എന്നാലൊന്ന് കാണട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം, ഉപദേശമൊന്നും ഇപ്പൊ ഇഷ്ടമല്ല. ഉപദേശിമാരിൽ മിക്കവർക്കും ഉപദേശം അറിയാം, പലരും പറയുന്നില്ല. കാരണം പല കാര്യങ്ങളും ഒന്ന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സെന്ററിൽ അറിയിക്കും, പിന്നെ മുളക്കൊടിയോ കുമ്പനാട്ടോ പുനലൂരോ അറിയിക്കും, പിന്നെ ചിലപ്പം അടുത്ത സ്ഥലം മാറ്റത്തിന് നല്ല സഭ. ഈ പ്രശ്നം ഉണ്ടായത് എന്തിനാന്ന് ആരും ചോദിക്കത്തില്ല, പ്രശ്നമാണെന്നേ പറയുള്ളൂ. അപ്പൊ എന്തിനാ ഈ പ്രശ്നം ഉണ്ടായത്? ഉപദേശി പ്രസംഗിച്ചു, മദ്യപാനി സ്വർഗരാജ്യ അവകാശമാക്കത്തില്ല, നീ മദ്യപിക്കുന്നുണ്ട്, നിനക്ക് തിരുമേശ തരത്തില്ല. ഇത് ഉപദേശം പറഞ്ഞതാണ്. അപ്പൊ അവനും അവന്റെ കുടുംബക്കാരും പറയാം, അതിന് അവന് കൊടുത്താൽ പാസ്റ്റർക്ക് പാസ്റ്ററുടെ കുടുംബത്താണോ അപ്പം കഴിഞ്ഞു ചോദിക്കുന്ന ആൾക്കാർ. നീ പുക വലിക്കുന്നത് കൊണ്ട് നിനക്കിത് തരത്തില്ല, എടുക്കരുത്. അവനിപ്പം തണുപ്പ് വന്നപ്പോ വലിച്ചെന്ന് കൊടുത്ത് പാസ്റ്റർ മൂക്കിക്കൂടെ ആണോ ഊതിയത്? അവന്റെ മൂക്കിക്കൂടല്ലേ പുക? അങ്ങനല്ലേ വേദപുസ്തകത്തിലെ വാക്യം, അവന്റെ മൂക്കിന്ന്. പിന്നെ അങ്ങനെ അവൻ പ്രമാണപ്രകാരം ജീവിക്കുന്നവനാണ്. ഇതൊക്കെയാ പ്രശ്നം.
നീ തെറി വിളിച്ചത് നാട്ടുകാരും പറഞ്ഞു, ഞാനും കേട്ടു. അതുകൊണ്ട് ക്രമീകരണം വരുത്താതെ ഇനി തിരുമേശ നമ്മൾ എന്തോ തെറി വിളിച്ചു, എന്തോ തെറി ഫാസ്റ്റ് പറഞ്ഞു, എന്തോ തെറി ഞാൻ പറഞ്ഞത് അത് പറ. അവൻ വേറെ പറഞ്ഞു ഇന്നത്. അത് മലയാള ഭാഷയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നല്ലാതെ നമ്മൾ എന്നിട്ട് ആ ആ ആ ഇ ഈ ഉ ഊ ഇറു ഇലു ഇലു എ എ ഐ കായിക കായിക ഇതല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുന്നല്ലേ ഉള്ളൂ. അത് അറിയാമോ? അയ്യോ മനസ്സിലാകുന്നില്ലല്ലേ? പാസ്റ്റർ ഈ അക്ഷരമെല്ലാം പഠിച്ചതല്ലേ? ആ ഞാൻ പഠിച്ച. ആ അവനതെടുത്ത് ഇപ്പോഴോട്ട് ഇട്ട് മാറ്റിയിട്ട് പറഞ്ഞെന്നല്ലാതെ മിണ്ടുന്നില്ല. അമ്മയെ തല്ലിയാലും രണ്ട് ഗ്രൂപ്പുണ്ട്. അപ്പൊ ഉപദേശിമാർക്ക് മിക്കവർക്കും ഉപദേശം അറിയാൻ പാടില്ല എന്നിട്ടല്ല, നന്നായിട്ട് അറിയാം. പക്ഷെ പല കാരണത്താലാണ് ഇവരാരും പറയാതിരിക്കുന്നത്. തന്നെയല്ല ഞാൻ പറയും, പാഷന്മാരുടെ ഭാര്യമാരും പറയും, നിങ്ങൾ കൂടുതൽ ഉപദേശമൊന്നും പറയണ്ട, ഇതിനൊക്കെ എങ്ങനെയും മാറ്റി നിങ്ങൾ എങ്ങനെയും നമുക്ക് 2-3 കൊല്ലം ഇവിടെ ഇനി നിങ്ങൾക്ക് അതുപോലെ ഉപദേശം പൊട്ടി നിൽക്കാൻ നിങ്ങളെ കാവാലം മാസ്റ്ററെ രണ്ട് പറഞ്ഞതാ. സഹോദരി പറഞ്ഞു കൊടുത്തത് അതേപോലെ മുട്ടി നിൽക്കാൻ നിങ്ങളെ കാവാലം മാസ്റ്റർ എന്ന് വിളിക്കാൻ അത് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എനിക്ക് അന്ന് ശരിക്കും അറിയത്തുമില്ല. പിന്നെ അറിയാവുന്ന ഞാൻ ഉറപ്പിച്ച് പറയുകയും ചെയ്യും. ഞാനിപ്പോ പ്രാർത്ഥിച്ചറിയാമേ അതെല്ലാം എന്നെ ഒന്ന് പഠിപ്പിക്കണം, അതിനുള്ള കൃപ എനിക്ക് തരണം. പഠിക്കുക തന്നാ ഞാൻ പറയും, ഒരു പ്രശ്നവുമില്ല. എനിക്ക് അറിയത്തില്ല, അതായിരിക്കും വരുന്ന കുഴപ്പം. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ അത് ഉപദേശം കൈക്കൊള്ളുന്നില്ല, ഇഷ്ടമല്ല. നമ്മുടെ ഇടയിലും ഈ കൺവെൻഷനാണെങ്കിലും കാത്തിരിപ്പിനാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉപദേശം പറയുന്നവരെ ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇത്ര ഉപദേശം പറഞ്ഞിട്ട് മുഖം തെളിയുന്നില്ലല്ലോ, മുഖം തെളിയുന്നില്ലല്ലോ പറഞ്ഞത്. നമുക്കെപ്പോഴും ഇങ്ങനെ എലവൻ കമ്പിയെ പിടിച്ചിരിക്കാൻ പോല, മൂലമറ്റത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത്, അവൻ പുരോഗതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നത്, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ നടത്തി കൊടുക്കണം. ഇതാ വേദപ്രമാണം. അതെ, ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഓരോ അധ്യായത്തിൽ കൂടെ കയറി മണിക്കൂറുകൾ എടുത്തു പോകും. അതുകൊണ്ട് ആ ഭാഗമെല്ലാം അങ്ങ് വിടുകയാണ്. നമ്മൾ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയാണ് വായിച്ചത്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടൊരു 4 കാര്യം, 4 അല്ല, ഇവിടെ 4ഉം 14ഉം അല്ല. ഞാനിപ്പോ ഇന്ന് രാത്രി എനിക്ക് ലഭിച്ച പ്രകാശനത്തിന്റെ വെളിച്ചത്തിൽ പ്രധാനമായിട്ടൊരു 4 കാര്യം. 1, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 2, ഇവരെ തെളിയിട്ടു. 3, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ നോക്കിക്കോണം. 4, ഒരു പോക്ക് വഴിയുണ്ട്. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ ചരിത്രം പറയുകയാണ്. ഷോർട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ പ്രയാണം ചെയ്ത ജനത്തിന്റെ ചരിത്രം പകല് സൂചിപ്പിച്ചത് 40 വർഷം. അത് വളരെ ലോപമായിട്ടാണ് പറഞ്ഞത്. ആ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച് ഒരു കോൺലെസ് അങ്ങോട്ട് കൊടുക്കും. മുമ്പേ പാട്ട് പാടിയപ്പോ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കണ്ട് ഒരെണ്ണം അങ്ങോട്ട്, മോനെ ഒരെണ്ണം പാസ്റ്റർ അവിടെ എടുത്തു, പാസ്റ്റർ അവിടെ നിൽക്കും. നീ എഴുന്നേറ്റില്ല മോനെ, ഇച്ചിരി ചൂടുവെള്ളം കൊടുത്തു. ഒന്നുകൂടെ കൊടുത്തു. ഒരു സഹോദരിമാരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ചെടികളാന്ന് വായിച്ചു. അത് ഓൺ ചെയ്തോ സഹോദരി? വായിച്ചു.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം നിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഇസ്രായേൽ ചരിത്രമാണ് 1 മുതൽ താഴോട്ട്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാക്കെന്ന് പറയാ, എങ്കിലും മിക്ക പേരിലും ദൈവം. ഇത് ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ്. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കുഞ്ഞാടിനെ അറുത്ത് ചോരത്തല ആചരിച്ചത് രക്ഷ. ചെങ്കടൽ കടന്നു, അത് സ്നാനം. അപ്പം പ്രധാനമായിട്ട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷിതാവ്. അങ്ങനെ ഇവര് രക്ഷിക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ടവരെ മിസ്രയീം വിട്ടു. ശരിക്കും രക്ഷിക്കപ്പെട്ടവരെ വിട്ടു. പിന്നെ അവിടെ പമ്മ നിൽക്കുമ്പോൾ ഓർത്തോണ്ട് നിന്റെ രക്ഷ ശരിയായ രക്ഷ അല്ല, എന്തോ ഇളക്കം നീർന്ന് നിൽക്കുന്നതല്ല, രക്ഷപ്പെട്ടതൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടതല്ല. ഒരു ഇളക്കം ഉണ്ടായി. ഏതോ ലോകത്തിന് പോയപ്പോ ഇളക്കിയതാണ്. ശരിയായി രക്ഷിക്കപ്പെട്ടവര് മിസ്രയീം വിടും. മിസ്രയീം വിട്ടു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. നമുക്ക് ഈ മിസ്രയീം വിട്ടിട്ടും അങ്ങനെ സന്തോഷമൊന്നും. പാട്ടുകാരൻ പാടിയിരിക്കുന്നത് മിസ്രയീം വിട്ടതിൽ ൊന്നു ആശ്വാസത്തെ ശമൻ മുൻപിലുണ്ട്. മിസ്രയീം വിട്ടതിൽ ആശ്വാസദേശം കൂടെ ഉണ്ട്. എന്നാലും പാടിയല്ലോ, വലിയ കാര്യം. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകളൊക്കെ യുവാക്കത്ത നാട്ടിലുണ്ട്. അമ്മേ കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകളൊക്കെ യുവാക്കത്ത നാട്ടിലുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ശരിയായിട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരെ മിസ്രയീം വിടും. വിട്ടുകഴിഞ്ഞാൽ ഖേദമൊന്നുമല്ല, പിന്നെയോ സന്തോഷമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് സംസാരിച്ച ഖേദമാണ്. നമ്മളെങ്കില് എന്തുകൊണ്ട് കൊച്ചമ്മ വിശേഷം, ഞാൻ മാത്രം കൊണ്ടിരുന്നത് ഖേദമാണ്. ലോകത്തിന് വന്നാലും മുഖം തെളിയുന്നില്ലല്ലോ, വലിയ സങ്കടമാണ്. ഇതുപോലെ ഒരു അക്കിടി എന്നോട് നമ്മുടെ ഒരു കൊച്ചമ്മ അച്ചായനും അവര് പ്രായമുള്ളവരാ എന്നോടാണ് പറഞ്ഞത്, എൻ്റെ മാസ്റ്റർ ആ തമ്പിച്ചാൻ ഒറ്റൊരുത്തനായി കൊടുത്തത് ഞങ്ങളോട് ചെയ്തത് ബിയ തമ്പിച്ചത്. ഞാൻ ചോദിച്ചാൽ ഞങ്ങളുടെ അന്തസ്സായിട്ട് പള്ളി നിന്നതാണ്. എന്നോട് പറഞ്ഞ ഞങ്ങൾ അന്തസ്സായിട്ട് പള്ളി നിന്നതാ. ബിയ തമ്പിച്ചൻ ഒറ്റ ഒരുത്തനാ ഈ കൊടുത്തത്. എന്നിട്ട് അമ്മച്ചി സ്ഥിരീകരിക്കാം, അല്ലേ അച്ഛാ? ഒന്നേ അച്ഛാ, എന്തോ ഒരു അക്രമം ബിയത്തമ്പിയാണല്ലേ. അപ്പൊ ചിലക്ക് ഇപ്പോഴും വന്ന് ദുഃഖമാ വിട്ടുപോകുന്നത്. അതിനാണെന്നറിയോ ദുഃഖം വരാൻ കാര്യം? ശരീരം കൊണ്ട് മിശ്രയും വിട്ടതേ ഉള്ളു, ഹൃദയം കൊണ്ട് ഇതുവരെ വിട്ടിട്ടില്ല.
തെളിവിനൊരു വാക്യം വായിച്ചു, അല്ലെ എന്റെ പൊങ്ങായ്ക്ക് കുടിക്കും. കടവടച്ച് കൊടുത്തേക്ക് ഇങ്ങോട്ട് പൊങ്ങായ്ക്ക് കുടിച്ചെന്നല്ലേ? അല്ലേ? ആ, വേണ്ട, അത് വേണ്ട. അത് വാക്യം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38 മുതൽ വായിച്ചേ. പെട്ടെന്ന് വായിക്കും, നമുക്ക് പോകേണ്ടതല്ല. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവന് നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചവനും. അടുത്ത വാക്യം എന്നാ മൈക്ക് കൂടെ വായിക്കാതെ? മൈക്കോ നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവന് തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. മതി. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് കയറി വരില്ല. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടു, പക്ഷെ ഹൃദയം കൊണ്ട് ഇപ്പോഴും നിങ്ങൾ, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ഈ ഉപദേശം. സത്യം പറയാൻ എല്ലാം വിട്ടോ. നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. ഉടക്കോ വഴക്കിനോ ഒന്നുമല്ല, അലോലി ഉണ്ടാക്കാൻ വന്നതുമല്ല. നിങ്ങൾ പെന്തിക്കോസ് വന്നു, അഭിനന്ദിക്കുന്നു, നെഞ്ചത്ത് കൈവച്ച് ദൈവസനത്തില്ല സത്യമായിട്ട് പറ, നമ്മളെല്ലാം വിട്ടോ. അമ്മയെ പറയാനേ കുനിഞ്ഞിരിക്കാതെ എല്ലാം വിട്ടു. ഞാൻ സ്റ്റോണിൽ വായിച്ചു 68 തുടങ്ങിയതാണ്. 78, 88, 98, 108, 118, 128 ആയില്ല, എങ്കിലും ഏതാണ്ട് 55 കൊല്ലത്തോളം ഇല്ലേ വിട്ടോ. സ്തോത്രമൊക്കെ പിന്നെ പറയാം, ഇതങ്ങ് പറയാം, ഒന്ന് മുട്ടി നിൽക്കുക, സ്തോത്രം പറയാം. എല്ലാം വിട്ടോന്ന്. അരി വെന്തോന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ട, തെളിഞ്ഞു. അതെ, വിടാൻ താല്പര്യമുണ്ടോ? അതുമില്ല. എന്നാൽ ഇന്നുകൊണ്ട് കട്ടയം പടവും നടക്കുന്നതായിരിക്കും. ഇതിനകത്ത് വന്ന് കുത്തിയിരുന്ന് ഗ്ലോറി കാൽവറി എന്ന് പറഞ്ഞ് ഇളകുന്നതിന് വെറുതെ എന്തിനാ ഇവിടെ കിടന്ന് മെന ഉണ്ടാക്കുന്നത്? ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. അതിന് 1-2 തെളിവുകളാണ്. ഹൃദയം കൊണ്ട് മിസ്രയീമിനായതുകൊണ്ട് ചെങ്കടൽ തീരത്ത് വന്നപ്പോ പറഞ്ഞു മിസ്രയീം ഈ ശവക്കോട്ടയുണ്ട്. ഇപ്പോഴും ചിലര് മരണസമയം നേരെ പള്ളിയിലോട്ടങ്ങ് പോവല്ലേ, അല്ലെ പള്ളിയിൽ അടക്കണമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് വർഷമൊക്കെ കൂടി കൊട്ടിയും പാടിയൊക്കെ നിന്നു. അടക്കത്തിന്റെ വിഷയം വരുമ്പോ നേരെ അപ്പൊ ഇവന്റെ അകത്ത് മിസ്രയീമാണ്. വെറുതെ നമ്മുടെ കൂടെ കൈയടിച്ച് നടക്കുകയാണ്. ഗ്ലോറി കാൽവറി പിറ്റെന്ന് പറഞ്ഞ വെറുതെ ഇളകുന്നതാ. ഇവന്റെ അകത്ത് നിന്ന് വരെ മിസ്രയീം പോട്ട് ചാടുന്ന കണ്ടിട്ടൊന്നും നിങ്ങൾ ഇളകരുത് കേട്ടോ. അകത്ത് മിസ്രയീമാണ്. അധികം വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ അകത്ത് മിസ്രയീം ഉള്ളത് കൊണ്ടാ ചെങ്കടൽ വന്ന് പറഞ്ഞ അവിടെ നല്ല ശവക്കോട്ട ഉണ്ടായിരുന്നു. ഇവിടെ അന്ന് ശവക്കോട്ടയില്ല, നല്ലൊരു അടക്കം പോലും. 2, അക്കരെ ചെന്നപ്പോ ഇവര് പറയാ ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. അകത്ത് മിസ്രയീം. സംഖ്യാപുസ്തകത്തിലേക്ക് വന്നപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾ അവിടെ വെച്ച് വില കൂടാതെ തിന്നിട്ടുണ്ടെന്ന്. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി, അത് വില കൂടാതെ മത്സ്യം അതും അവിടെ. അപ്പൊ ഇതെല്ലാം അകത്തിരിക്കുക.
ദേശം ഒത്തുനോക്കുന്ന സമയം വന്നപ്പോൾ പറഞ്ഞത് നമുക്കൊരു നേതാവിനെ തെരഞ്ഞെടുക്കാം, അത് പുറകോട്ട് പോകാം. അപ്പൊ ഇതെല്ലാം അകത്ത് മിസ്രൈം ഇരിക്കുക. രക്ഷിക്കപ്പെടാൻ പറഞ്ഞപ്പോ കൈ പൊക്കി, അന്ന് ആരോഗ്യം ഉള്ളത് കൊണ്ട് ഉടനെ പൊക്കി. സെൻട്രൽ പോയിന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി പറഞ്ഞു സെൻട്രൽ സ്നാനമുണ്ടെന്ന്. തലേന്ന് പൊക്കി അവനെ പിടിച്ച് കാഞ്ഞാറുകൊണ്ട് വെള്ളമുള്ള സമയമായിരുന്നു, അവനെ കൊണ്ട് മുക്കി. ഇതിവിടെ വന്നപ്പം പമ്പാരടിക്കാൻ ആകെയുള്ളവൻ നല്ല കണ്ണടച്ച് പിടിച്ചടിച്ചു. ഇവൻ വന്നാലും തുള്ളി. അപ്പം എടുത്ത് മുറിച്ചപ്പോ ഇവനും വന്ന് എലി വിഷം തിന്നെ പോലെ അല്ലാതെ ദൈവവുമായിട്ട് ബന്ധമൊന്നുമില്ല. പണ്ട് വലിയ തള്ളയ്ക്ക് അപ്പം വീഞ്ഞു കൊടുത്തപ്പോ കൊച്ചുമോൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എടുക്കാൻ വന്നപ്പോ മാഷു തരത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടല്ലോ. ഇത് തള്ളക്ക് ഇഷ്ടപ്പെടില്ല. വാ വച്ച് ഇയാള് നന്നായി ചെയ്ത് തരുള്ളൂ, ഞാൻ ബേക്കറിൽ നിന്ന് നിനക്ക് ഇഷ്ടം പോലെ മേടിച്ചു തരാം. അങ്ങനെ ഇത് എടുത്തതൊന്നും ഗുണമുണ്ടായിട്ട് എടുത്തതല്ലെന്ന് വെറുതെ ഇതിനകത്ത് കയറിയിരിക്കുക. ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം. ഒത്തിരി കാര്യം വിടാനുണ്ട്. ഞാനും നിങ്ങളുമല്ല, ഒത്തിരി ഒന്നും രണ്ടും ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ സാധാരണ ഇത് പഠിച്ചപ്പോഴായിട്ട് 158 കൂട്ടം കാര്യം വിടാനുണ്ട്. ഇനി എന്തിക്കോസുകാര് എന്റെ ദൃഷ്ടി വന്നതാ, ഇനി വേറെ കാണും. എന്നെ എല്ലാവരും വെള്ളം പൊങ്ങിയതുപോലെ ദൈവത്തിന് മകത്വം ഒത്തിരി ഉണ്ട്. ആടെ ഭാഗത്തേക്ക് പിന്നെ വരാം. അപ്പൊ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അപ്പൊ ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പറയാ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൽ കീഴിലായിരുന്നു. മേഘത്തിലെ സമുദ്രത്തിലെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ആത്മീയ ആകാരം തന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഭവിച്ച് ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു പാടുന്നു എങ്കിലും മിക്ക പേരിലും ദൈവം. അപ്പൊ 5-ാമത്തെ വാക്യത്തിൽ 2 കാര്യം എടുത്തു പറയുക. ഒന്ന്, ദൈവം പ്രസാദിച്ചില്ല, അതുകൊണ്ട് വരെ തെള്ളി. എന്തിനാ ഇത് പറഞ്ഞേക്കുന്നത്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇത് ബുദ്ധിയുപദേശത്തിനാണ്. 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ച് 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ലോകാവസാനം ഇരിക്കുന്നു എന്നാണോ ഇരിക്കുന്നാണോ? ഒന്നുകൂടെ വായിച്ചേ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. അതിനവിടെ പമ്മിയത് നന്നായിട്ട് വായിക്കണം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധിയുപദേശത്തിന് തന്നിരിക്കുക. ഏതാ? ഇവരിൽ പ്രസാദിച്ചില്ലെന്നും മരുഭൂമിയിൽ തെള്ളിയിട്ടെന്നുള്ള കാര്യം 6-ാം വാക്യത്തിനുണ്ട്. നിങ്ങളിത് അറിയാതിരിക്കരുത്. അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു എന്നുള്ള കാര്യം നിങ്ങൾ 5-ാം വാക്യത്തിന്റെ ഒടുവിലുണ്ട്. അറിയാതെ ഇരിക്കരുത്. സ്തോത്രം. 6-ാം വാക്യത്തിൽ പറഞ്ഞ ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവർ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടതുമാണ്, പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിന് വില കൊടുക്കണം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്ന് ഇങ്ങനൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. അത് കഴിഞ്ഞ് ശുശ്രൂഷ ആരംഭിക്കുന്നു. ശുശ്രൂഷ ഏതാണ്ട് തീരുന്ന സമയമായപ്പോൾ മലമുകളിൽ പോയല്ലോ പ്രാർത്ഥിക്കാൻ. തോട്ടത്തില് കൂടെ ശിഷ്യന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കും. എന്നാലും ഇത് ഇടിമുഴക്കത്തോടു കൂടൊരു ശബ്ദം.
ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ചെവി കൊടുക്കാൻ. അതിന്റെ അർത്ഥം ശുശ്രൂഷ ആരംഭിച്ചപ്പോഴേ ദൈവപ്രസാദത്തോടു കൂടിയ ആ ശുശ്രൂഷ അവസാനിച്ചപ്പോഴും ആ പ്രസാദം ഉണ്ടായിരുന്നു. ദൈവം നമ്മെ പ്രസാദിക്കണം. മിക്ക പേരിലും ദൈവം മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുകയല്ല. ദൈവം പ്രസാദിക്കുന്ന ശുശ്രൂഷ മനുഷ്യർക്കെല്ലാം പ്രസാദമല്ല, ദൈവത്തിന് മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം. കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ഈ കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിക്കാഞ്ഞത് സാധാരണ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും പറയാറുണ്ട്, അവനെ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തർക്കവും അതൊന്നും വേണ്ട. ഈ കയ്യിന്റെ വഴി ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ, യാഗം നടത്തുമ്പോൾ മൃഗത്തെ അറക്കണം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മൃഗത്തെ കൊല്ലണം. അപ്പൊ ഇവന്റെ ചിന്ത, രാമേനെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്നു. ഇവനും അങ്ങനെ കൊണ്ടുവരേണ്ടതാ. ഇവന്റെ മനോഗതി അനുസരിച്ചാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ഇവന്റെ മനോഗതി എന്നാണെന്നറിയാമോ? എന്റെ കയ്യിൽ ഇപ്പൊ ചേനയും കാച്ചിനും ചേമ്പും വെടിയേമ്പും ഒക്കെ ഉള്ളൂ, ഇഷ്ടമുണ്ടെ പ്രസാദിക്കാം. അല്ല, അവന്റെ മനോഗതി എന്റെ ഇതേ ഉള്ളൂ, എന്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ. അവൻ ആട്ടുകുട്ടി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവൻ അതിൽ നിന്ന് ഒരെണ്ണത്തിന് കൊണ്ടുവന്നു. ഞാൻ കൃഷിക്കാരനാ, എന്റെ ചേനയും ചേമ്പും ഒക്കെ ഉള്ളൂ, എന്റെ ഇതേ ഉള്ളൂ, വേണം മേടിക്കും. ഇതാ മനോഗതി. മനസ്സിലായോ? അല്ല, ചിലര് ആരാധനയ്ക്ക് വന്ന് അങ്ങനല്ലേ ഇരിക്കണ്ടേ? ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, പാസ് ഇഷ്ടമുണ്ടെന്നെ ഇവിടെ ഞാൻ കൈയടിക്കത്തില്ല, ഉറക്കെ പാട്ട് പാടുകയില്ല, അല്ലേലും അന്ന് ഞാൻ ഉറക്കെ പറയുകയില്ല, ഞാൻ വേറെ പുസ്തകം കൊണ്ടുവരത്തില്ല, കൊണ്ടുവന്നാൽ തുറക്കത്തുമില്ല, തുറന്നാവട്ടെ ഞാൻ വായിക്കത്തുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മിണ്ടുന്നില്ലല്ലോ. അതാ ദൈവം പ്രസാദിക്കാൻ. അതിന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, വായിച്ച 14-25 കൊടുത്തിട്ട് എഴുതിയ 1 ലേഖനം 14-25-26 വല്ലേ കണ്ണിക തുടങ്ങുന്നത്. പെട്ടെന്ന് വായില്. ഓ, ഇപ്പൊ പ്രവചിക്കൊന്നും വേണ്ട. ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായില്. കൊടുത്തിട്ട് എഴുതിയ 1 ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 ആ, അത് തന്നെ വായിക്കാൻ. അപ്പൊ മുമ്പേ വായിച്ചത് വാക്യമായി 25 20 അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. 26 വായിക്കുക. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോ സങ്കീർത്തനമുണ്ട്. ആ, സങ്കീർത്തനം വേണം. സങ്കീർത്തനമുണ്ട്. ഉപദേശം വേണം അത്യാവശ്യം. വെളിപ്പാട്, വെളിവികാടല്ല, വെളിപ്പാട്. പിന്നെ അന്യഭാഷ, അസ്തോദ്യ ഭാഷ അല്ല, അന്യഭാഷ. വ്യാഖ്യാനം, ദുർവ്യാഖ്യാനമല്ല, നല്ല വ്യാഖ്യാനം. പിന്നെ ഇതൊക്കെ ഉണ്ടാകണമെന്ന് കൂടി വരുമ്പോ. അപ്പൊ ഇപ്പൊ പ്രസാദിക്കാത്ത കാര്യം എന്നാ പറയാ, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാനും എന്റെ ഭാര്യയും പിള്ളേരും ഇങ്ങനെ വരുന്നുള്ളൂ, ഇങ്ങനെ ഇരിക്കുള്ളൂ, ഈ ഡ്രസ്സേ ധരിക്കുന്നുള്ളൂ. അതിനെന്നെ അതല്ലേ മനോഗതി. ഞാൻ എല്ലാ പാട്ടിനും ഒന്നും കൈ അടിക്കണ്ട, ഞാൻ കയ്യെ അടിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുള്ളൂ. പാസൊക്കെ ഇഷ്ടമുണ്ട് ഇവിടെ
അല്ലെങ്കിൽ ചോദിക്കുക, എന്നെ ഇവിടുന്ന് മാറ്റാൻ ചോണയുണ്ടോ? ഇതൊക്കെ അല്ലേ മനോഗതി? ഞാൻ ഈ സഭയുടെ ആരംഭകാലം മുതലുണ്ട്, ഞാൻ അതിന്റെ പ്രധാന, എന്നെ ഒന്ന് മാറ്റാവോ? ചോണയുണ്ടോ? മിണ്ടുന്നില്ല. മിണ്ടണ്ട. കയ്യിന്റെ വഴി ഈ കയ്യിൽ പറഞ്ഞ എന്റെ ഇതൊക്കെ ഉള്ള ഇഷ്ടമുണ്ട്, പ്രസാദിച്ചില്ല. അതെ, നമുക്ക് ആ വിഷയം ആദ്യം കയ്യിനിൽ ആദ്യം ഹാബേലിൽ പ്രസാദിച്ചു, എന്നിട്ട് അവന്റെ വഴിപാടിൽ എന്ന് പറഞ്ഞാൽ യാനം കഴിക്കാൻ വന്നവന്റെ മനസ്സ് യോന്നുന്നു. അങ്ങനെ നോക്കും. സ്തോത്രത്തിന്റെ ശബ്ദവും അതിന്റെ ട്യൂണും ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നീ എന്തോ ഉദ്ദേശത്തോടാണ് സ്തോത്രം പറഞ്ഞത്, അത് ദൈവം നോക്കും. ഹല്ലേലൂയയുടെ ശബ്ദമൊന്നുമല്ല. നീ നല്ല മനസ്സോടാണോ ഹല്ലേലൂയ പറഞ്ഞത്? ഇപ്പൊ നീ ഹല്ലേലൂയ പറഞ്ഞത് മറ്റവനിട്ട് ആപ്പ് വെച്ചാണോ പറഞ്ഞത്? ഇതൊക്കെ ദൈവം നോക്കും. ചില വിഷയം പറയാൻ പറ്റില്ല, കൊണ്ടെന്ന് ഇവരുടെ വിഷയം വരുമ്പോ പയ്യെ മനസ്സിലാകും. യവന്റെയും പെമ്പളുടെയും പിള്ളേരുടെയും വിഷയം വരുമ്പോ നേരെ വാച്ച് നോക്കി ബൈബിളിന്റെ സിപ്പിട്ടേച്ച് ക്ലോക്കിൽ നോക്കും. മറ്റവന്റെ വിഷയമാ പറയുന്നത്, ഊറി എടുത്തോളാം. മനസ്സിലാകാഴിയാ. ഹല്ലേലൂയയുടെ ഓളിയമല്ല, അത് നല്ലതാ ഓളിയത്തിൽ പറയുന്നത്, പക്ഷേ ആ മനോഭാവം, മനസ്സ് ദൈവം നോക്കും. സ്വന്തം സഹോദരങ്ങളോട് മിണ്ടാതെ ഇവിടെ വന്ന് ഹല്ലേലൂയ പറയുന്നത്, ചേട്ടൻ അനിയൻ സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്. പെന്തിക്കോസ്ത് കോടിനകത്ത് കയറി ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ, മിണ്ടുകയല്ല, സഹകരിക്കത്തില്ല, കൈ കൊടുക്കത്തില്ല, അവന് ഇതിനകത്ത് കയറി ബഹളമാണ്. വിറ്ററി ഇത് അറിയാത്ത ഉപദേശിമാരാണ് ഇഷ്ടപ്പെടും. ഇതുപോലെ ആത്മനിറവുള്ള ഒരു അച്ചായന, ഒരു അമ്മാമ്മ, വലിയ വാറതാനാന്ന് ഇവനെ അറിയാവുന്നവർക്കറിയാം. ഇവനെ പോലൊരു വിഷവിത്ത് മിണ്ടുന്നില്ല. എങ്ങനെ മിണ്ടാണ്? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ DC മാത്യു ഏതാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കത് കേൾക്കാൻ നേരമില്ല. പുള്ളി അല്ലെങ്കിൽ ഒന്നും പറയത്തുമില്ല. അത് പുള്ളി നല്ല, ഞാൻ മിക്കടത്ത് എന്നോടാരും ഒന്നും പറയുകയില്ല. ഒന്നാമത് ഞാൻ ഈ താമസിച്ചാക്കില്ലെന്ന് പറയാൻ നേരമില്ല, രണ്ട് കേൾക്കാൻ താല്പര്യമില്ല, മൂന്ന് മറ്റുള്ള കാര്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. സമയമാകുമ്പോൾ ചെല്ലു എന്നെ ഏൽപ്പിച്ച കാര്യം പറയും, ഇഷ്ടമുള്ളവർ അംഗീകരിക്കും. സ്തോത്രം. സഹോദരങ്ങളോട് മിണ്ടാത്തവരും കൈ കൊടുക്കാത്തവരും ധാരാളമുണ്ട്. അവരും ഓടനകത്ത് കയറി ഭയങ്കര ആരാധനയും ബഹളവുമാണ്. കൊണ്ട് ചാടുന്നു, വിക്ടറി, കാൽവറി. ഇത് അറിയാത്ത ഉപദേശിയാണെങ്കിൽ ഓർക്കും, സ്വന്തം പെറ്റതലയ്ക്ക് വെള്ളം കൊടുക്കാത്തവനുണ്ട്. അവനും ഇതിനകത്ത് കയറി ഗ്ലോറി എന്ന് പറഞ്ഞ് നിന്നങ്ങ് വീശുക. ഇവിടെ ഉള്ള ഗ്ലോറി പോലെ ഉള്ളതാട്ടോ. സ്തോത്രം. അയലത്തുകാരുമായിട്ട് മിണ്ടാത്തവരുണ്ട്, സ്വന്തം അയലത്തുകാരുമായിട്ട്. അവനും ഇതിനകത്ത് കയറി കിടന്ന് ഇളകുക. എന്നാ 8:30 വരെ പോണോ അതോ? സ്തോത്രം. ഒരു സഭയിൽ ആ കൂടുന്ന കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നുമില്ല. ആദ്യം
നമ്മിലൊന്ന് പ്രസാദിക്കണം. സ്വന്തം പെറ്റതല്ല മരിച്ചിട്ട് ഡെഡ് ബോഡി കാണാൻ പോകാതിരുന്ന വിദ്വാനെ എനിക്കറിയാം. പെന്തിക്കോസാണ്. സ്വന്തം പെറ്റതല്ല 10 മാസം ചുമന്ന് നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ, ഒറ്റ മകനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ പാ. ഓ ആ തള്ള എനിക്കൊരു ഗുണം ചെയ്തിട്ടില്ല. അയാൾ അവിടെ നിറഞ്ഞ ഭാര്യ അയാളെ ഒലിപ്പിക്കും. ആ തള്ള അയാൾ അതിന് പോണമെന്നുണ്ടായിരുന്നത് തള്ള സമ്മതിക്കുകയല്ല. സമ്മതിക്കില്ല. ഞാൻ അയാളെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അയാൾ തന്നെ ഇങ്ങോട്ട് വരട്ടെ. ഇല്ല പിന്നെ ഞാൻ ജീവകാലം മുഴുവൻ അയാളെ സംരക്ഷിക്കേണ്ടി വരും. താഴെ അപ്പൊ ശ്രദ്ധിച്ചേ, അങ്ങനെയുള്ള പെന്തിക്കോസുകാരും ഉണ്ടത്. സ്വന്തം പെറ്റതല്ല, എന്തോ മനസ്സായിട്ട് പുള്ളി പ്രസംഗിക്കുക, പുള്ളി കർത്തൃമേശ നടത്തും, പുള്ളി അല്ലിയ പറഞ്ഞു കേട്ടോ നമ്മൾ അന്തം വിട്ടുപോകും. അറിയാത്തവരാന്ന് എന്തോ ചെയ്യും പറ. ഈ കാര്യങ്ങൾ അറിയാത്തവരാണ്. ഇതുപോലെ ഒരു അച്ചായൻ ഇവരുടെ ഗ്ലോറിയൊക്കെ ഒന്ന് കേൾക്കേണ്ടത്. ഒരു 5-5 കിലോയുടെ ഗ്ലോറി 5.5 കിലോ ഉണ്ട്. പറ്റതള്ള മരിച്ചിട്ട് ഞാൻ കണ്ടാനം ചാടുന്നവരെ ഞാൻ നോട്ട് ചെയ്യും. ഇപ്പം വലിയ വിഷമാണെന്ന് എനിക്കറിയാം. കണ്ടാനം ഇളകുമ്പോൾ ഞാൻ യഥാർത്ഥ നോട്ട് ചെയ്യും. ആ സഹോദരി കൂടെ പുറകോട്ട് നോക്കുന്നല്ലോ, എന്തോ കുഴപ്പമുണ്ട്. ആർക്കോ ഈ ദൂതുണ്ടെന്നുള്ളതാണോ അതോ ആർക്കോ ദൈവത്തിന് മകത്വം. അമ്മായിയമ്മയുടെ തലയ്ക്ക് ചെരവത്തടിക്ക് അടിച്ച ഒരുത്തിയാൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ വാക്യം വായിച്ചു തന്നെ. സ്വന്തം അമ്മായിയമ്മയുടെ തലയ്ക്ക് ചെരവത്തടി എടുത്ത് അടിച്ചു. പ്രസംഗിക്കാൻ ചിലപ്പോൾ പുള്ളിക്കാർ വാക്യം വായിക്കും. ഇത് അറിയാത്തവരാണല്ലോ. വീട്ടിൽ ഇതുപോലൊരു അമ്മാമ്മ അങ്ങനെയുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ദൈവമേ നല്ല അന്തരീക്ഷമായിരുന്നു, അതെല്ലാം പുള്ളി കെടുത്തു. ഒന്ന് ബലപ്പെട്ട് വരിക. നാളെ ഇല്ലില്ല, നാളെ അന്തരീക്ഷം ഉണ്ടാകും. നാളെ കർത്താവിൻ്റെ വലിയൊരു ദാസം വരുന്നുണ്ട്. അന്നേരത്തെ അന്തരീക്ഷം എന്നോടൊന്ന് പറയണം. സ്തോത്രം. അത് വേറെ അന്തരീക്ഷമാകാനാ സാധ്യത. ദൈവത്തിന് മാത്രം. ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമെല്ലാം ശുദ്ധീകരിക്കപ്പെടാം, ക്രമീകരണം വരുത്തണം. അത് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. വെറുതെ എന്തിനാ നിങ്ങൾ ചിലർ നന്നായിട്ട് പ്രയാസപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചിലർക്കിപ്പോൾ അന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പോകാത്തത് നിങ്ങൾ ചിന്തിക്കുന്ന യാതൊരു ബോധവും വിവരവും ഉള്ളവനല്ല. വന്ന് എഴുന്നേറ്റ് പോയാലും എന്തെങ്കിലും വിളിച്ച് പറയും, ഇപ്പം വന്നു പോയല്ലോ, സഹിച്ചിരിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ പോകാതെ ചിന്തിച്ചവർ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാ അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ല, വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ ഉള്ളതിനും കൂടെ നാശമാണ്. പിന്നെ 8:30 വരെ സഹിക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. എനിക്ക് ഇരിപ്പോഴാണ് പാടില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പറയും, ഞാൻ ഇടയ്ക്കൊക്കെ പോകണമെന്ന് ഓർത്തതാണ്. പിന്നെ അമ്മാന്ന് പറയും, ഞാനും ഓർത്താച്ച. പിന്നെ പോകാൻ ഞാൻ പോകും. അയാൾ വിവരമൊന്നും ഉള്ളവനില്ല, അയാൾ വല്ലതും വിളിച്ച് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും, എനിക്കറിയാം പറയും. പിന്നെ പറയുമെന്ന് വേണേ ഇപ്പൊ പറയും, ഇന്ന് വരണ്ടെന്ന് ആദ്യം ചിന്തിച്ചതാണ്. പോകുന്നില്ല. പിന്നെ ഇപ്പൊ അതും ചിന്തിച്ചവരിതിനകത്തിന് പോകണം. നാളെ വന്നാൽ മതിയായിരുന്നു. ആയിക്കോട്ടെ. ഒരു കാര്യം പറയാം, ദൈവം പ്രസാദിക്കണം. ഈ യാഗം കഴിക്കാൻ വരുന്ന മൃഗത്തിന്റെ വലിപ്പമോ
തൂക്കമൊന്നുമല്ല ദൈവം നോക്കുന്നത്. യാഗം കഴിക്കാൻ വന്നവന്റെ മനസ്സ് ദൈവം നോക്കും. തെളിവ്, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി. ഇസഹാക്കിനെ യാഗം കഴിച്ചില്ല, ഒരാട്ടിൻകുട്ടീനെയാ യാഗം നടത്തിയതായിട്ട് ഉൽപ്പത്തി 22-ല്. പക്ഷെ ദൈവം തമ്പുരാൻ ഇത് യാഗമായിട്ട് അംഗീകരിച്ചു. കാരണം യാഗം കഴിക്കാൻ പോയ അബ്രഹാമിന്റെ മനസ്സ് ദൈവം നോക്കി. അപ്പോൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, സ്തോത്രം, ആ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ മകനായ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. എന്നിട്ട് അബ്രഹാം യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഇതാണ് മനസ്സ്. അത് ദൈവം കണ്ടു. അതുകൊണ്ട് അവിടെ കുറിച്ച് വച്ചേക്കുന്നത്. ഞാനോ നിങ്ങളോ ആരെന്നെങ്കിൽ പറയും, ദൈവമേ പെട്ടുപോയില്ല, കണ്ടിക്കാതിരിക്കാൻ ഒക്കുകയില്ല. കണ്ടിക്കാൻ പുള്ളി പറയും ചെയ്ത് എത്ര നാളിരുന്ന് പ്രാർത്ഥിച്ച് കുത്തിയിരുന്ന് മോസിച്ച ഒരു കൊച്ചനെ കിട്ടിയത് കണ്ടിക്ക. പുള്ളി പറയുകയും ചെയ്ത് കണ്ടിക്ക. കണ്ടിച്ചിട്ട് ഇനി വേറെ പക്ഷെ എന്നാ ചെയ്യാനാ, ഇനി കണ്ടിക്കാല്ലാതെ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ്. ഇനി കണ്ടിക്കുമ്പോ അവൻ കത്തി പിടിച്ച് പിടിച്ച് എന്നെ കണ്ടിക്കുമോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അവന് ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്, മിക്കവാറും തിരിച്ചു മേടിച്ച് നമ്മുടെ ചിന്ത ഇതാണ്. പക്ഷെ അബ്രഹാമിന്റെ മനസ്സ്, ഞാനവിടെ ചെന്ന് യാഗപീഠം അടുക്കി എന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് ഇവനെ കണ്ടിച്ച് തുണ്ടം തുണ്ടമായിട്ട് നുറുക്കി തീ കത്തിച്ച് ഇവൻ കത്തിച്ചാമ്പലാകും. കത്തിച്ചാമ്പലാകുമ്പോൾ ഒരുപിടി ചാരമാകും. ആ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാ എന്റെ ദൈവം വിശ്വസ്തൻ. ഇതാണ് അബ്രഹാമിന്റെ മനസ്സ്. അതുകൊണ്ട് ദൈവം പ്രസാദിച്ചു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ, അബ്രഹാമേ, ഈ കാര്യം ചെയ്യുവാൻ നീ മടിക്കാതിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ദൈവം പ്രസാദിക്കണം. ദൈവപ്രസാദം എന്റെ മുൻപിൽ തിളങ്ങിടുന്നു. ദൈവപ്രസാദം എന്റെ മുൻപിൽ തിളങ്ങിടുന്നു. പരമേശ പാടും നിനക്ക് നിത്യവും നിത്യവും കേടാകറ്റും നീടാർന്ന നായക. കേടാകറ്റും നീടാർന്ന നായക. പാടും നിനക്ക് നിത്യവും പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ. പാടും നിനക്ക് നിത്യവും. ദൈവം പ്രസാദിക്കണം. ഓടിച്ചിട്ട് പോകാൻ സമയം പോകുന്നല്ലോ. അവൻ 4 കാര്യമാണ് പ്രധാനം. ഒന്ന്, ദൈവം ഇവര് പ്രസാദിച്ചില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, തിരുമേനിച്ചു കൊടുത്തു. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതിനോട് ചേർത്ത ഇവരെ തെള്ളിയിട്ടു. ഇവരെ അതെന്താ ഇവരെ തെള്ളിയിടാൻ കാരണം? ഞാൻ ആ ഭാഗം ശാന്തമായിട്ട് ധ്യാനിച്ചു. തെള്ളിയിടാനുള്ള കാരണം അപ്പം വേദപുസ്തകം വായിച്ചപ്പോൾ എന്റെ ദൃഷ്ടിയിൽപ്പെട്ട കാരണം ഒരു 32 എണ്ണമുണ്ട്. തെള്ളിയിടാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക, ഈ നേരം പോയ നേരത്തെ ഇയാള് 32 പറയാനാണോ കുത്തിയിരിക്കുന്നത്? ഇല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 2 പോലും പറയാൻ. ഒന്ന്, ദൈവം പ്രസാദിക്കണം. 2, പ്രസാദിക്കാനും കൊണ്ട് ഇവരെ തെളിയിക്കുന്നു. തെളിയിടാനുള്ള കാരണം ചില കാര്യം ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാം. ഏതായാലും സമയം പോയെന്നറിയാം. തെളിയിടാനുള്ള കാരണം 106-ാം സങ്കീർത്തനത്തിന്റെ 28 വായിച്ചേ. തെളിയിടാനുള്ള കാരണം 1, 106-ന്റെ 28 താഴോട്ട് മടയ്ക്കുമ്പോൾ ഇടതുവശത്ത് മേളിൽ. അനന്തരം അവർ
ബാൽപെയോരിനോട് ചേർന്നു. അനന്തരം അവർ ബാൽപെയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. അനന്തരം ഇവർ ബാൽപെയോരിനോട് ചേർന്നു. ബാൽപെയോർ ആരായി? ബാൽപെയോർ ഒറ്റ വാക്ക് പറയാം, ബിലെയാം. ഇവര് ബിലെയാമിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലെയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. തെള്ളിയിടാനുള്ള കാരണമാണ്. ആരാ ബിലെയാം? ഒരു പ്രവാചകനാണ്. ദൈവത്തിന്റെ പ്രവാചകനല്ല, ജാതീയ പ്രവാചകനാണ്. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനാകുന്ന ബിലെയാം. അങ്ങനെ ആവർത്തനം 23-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് നിങ്ങൾ ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10ാം തലമുറ പോലും ഒരു നാടും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. വായിച്ചേ. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് നിങ്ങളെ വഴിയിൽ കൊണ്ടും നിന്നെ ശപിക്കേണ്ടതിന് അവർ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനാകുന്ന ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചത്. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനാകുന്ന ബിലെയാം ജാതീയ പ്രവാചകനാണ്. അപ്പൊ ബിലെയാമിനോട് ചേർന്നെന്ന് പറഞ്ഞാൽ ബിലെയാമിന്റെ ഉപദേശത്തോട് ചേർന്ന്. എന്തുവായി ബിലെയാമിന്റെ ഉപദേശം? പെട്ടെന്ന് പറയാം, വിശദീകരിക്കേണ്ടതാണ്, നേരമില്ല. ബിലെയാമിന്റെ ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം പറയാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശെടുക്കുന്ന വ്യക്തികൾ ഈവന അനുഭവങ്ങൾ പെടാത്ത വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. സ്തോത്രം. ഇവൻ ദുരുപദേശം പഠിപ്പിച്ചു. ബിലെയാമിന്റെ ഉപദേശം, ബിലെയാമിന്റെ വഞ്ചന, ബിലെയാമിന്റെ ഉപദേശം, ബിലെയാമിന്റെ വഴി 3 പദമാണ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. യൂദയുടെ ലേഖനത്തിൽ, പത്രോസിന്റെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ. ബിലെയാമിന്റെ വഞ്ചന, ബിലെയാമിന്റെ വഴി, ബിലെയാമിന്റെ ഉപദേശം. ഇവനെ പറഞ്ഞ ഉപദേശം ഇതാ, വേർപാട് പാലിക്കണ്ട. വേർപാട് പാലിക്കാതെ വേർപാട് നശിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവര് ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് ഇടപെട്ടു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് പോയി ഭക്ഷിച്ചു, ദാനം ചെയ്തു, ദേവന്മാരെ വണങ്ങി. അതുകൊണ്ട് വന്ന കുഴപ്പം 24,000 എണ്ണം പട്ടുപോയി. അപ്പൊ ശ്രദ്ധിക്കുക, തെളിയിടാനുള്ള ഒന്നാമത്തെ കാര്യം ഇവർ ബാൽപെയോരിനോട് ചേർന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കൾ ഈവന അനുഭവങ്ങളില്ലാത്ത വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. അതൊന്ന്. 2, അതിനോട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ കല്യാണത്തിനൊക്കെ നിങ്ങൾ ചെന്ന് എന്തോ ആർഭാടമാ, ദൂർത്തടി. പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് വരുന്നത് തന്നെ യോഗ്യമായിട്ടൊന്നുമല്ല. അല്ലേ ഇപ്പൊ വെസ്റ്റേൺ കൾച്ചർ വന്നിരിക്കുക. അതെ, വിവാഹ ശുശ്രൂഷ നടത്താൻ തന്നെ ലജ്ജാകരമായിട്ട് തീർന്നിരിക്കുക. നാട്ടുകാര് കല്ലെറിയുന്നത് കൊണ്ടാ ഇച്ചിരിയെങ്കിലും തുണി. മിക്കവരും തലയെ തുണി ഇടുന്നേ ഇല്ല. ഒരുക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. അത് ഇവിടെ നിൽക്കാൻ താഴോട്ടിട്ടിരിക്കുക, ഇങ്ങോട്ടില്ല. ഇവിടെ അത് പൊക്കിക്കൊണ്ട് കിടക്കാൻ 3-4 പെണ്ണുങ്ങൾ പുറകെ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, യോഗ്യമായിട്ട് വസ്ത്രം. ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നത് TPM-കാരെയാണ്. ഈ വെച്ചുകെട്ട് ഒരുക്കമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ആദ്യം തള്ളമാടുന്ന് നോക്കും.
അവിടെ പിന്നെല്ലാം കണ്ണ് കാണുകയുള്ളൂ, അല്ല വർത്താനം പറയല്ല. അത് മതി. അവൻ 2 സിസ്റ്റർമാരിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് പെൺകുട്ടിയെ അകത്തോട്ടങ്ങ് കൊണ്ടുപോകും. അതിലേക്കൂടെ കൊണ്ടുപോയി അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്കൂടെ കൊണ്ടുവന്ന് അങ്ങോട്ട് നോക്കി ഇരുത്തുകയില്ല, അവിടെ ഇങ്ങോട്ട് നോക്കിയായിരിക്കും. നിങ്ങൾ പോയിട്ടുണ്ടോ? മലയിൽ നിന്നും പോകുന്നില്ലല്ലോ, പോകുന്നെല്ലാം കോടതിയെത്തിയതിനാ. ഒന്ന് വിളിച്ചില്ലെങ്കിൽ ഒരെണ്ണത്തിന് പോയി കണ്ടേച്ച് വാ. അവരുടെ ഭരണം വിളിക്കാതെ വന്നതായിരുന്നു, കാണാമെന്നാണ് പറയണം. നടക്ക്. ഇവിടെ എന്തും നടക്കും. കാശും പുത്തനും ചുറ്റുപാട് കൊണ്ട് എന്തും നടക്കും. എന്തും നടക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും, നടത്തിക്കുകയും ചെയ്യും. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം, മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കരുത്. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ പകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും അങ്ങനെ ആയിരിക്കും. ശ്രദ്ധിക്കണം. വിശേഷിച്ച് പെൺപിള്ളേരെ വിവാഹത്തിന് ഒരുക്കുമ്പോൾ അമ്മമാര് ശ്രദ്ധിച്ച് പറയണം. അപ്പന്മാർക്കോ ആങ്ങളമാർക്കോ ഒരുക്കുന്നിടത്തോട്ട് കയറി വരാൻ ഒക്കത്തില്ലല്ലോ, പരിമിതികളുണ്ടല്ലോ. അമ്മയ്ക്ക് എപ്പോൾ വേണേലും ചെല്ലാമല്ലോ. അപ്പൊ അമ്മ അതിനപ്പുറമായിട്ട് ഒരുങ്ങിയാ നിൽക്കുന്നത്. അമ്മ ഒരുങ്ങിട്ടും തികയുന്നുമില്ല, തീരുന്നുമില്ല. പിന്നെ മോടെ കാര്യം എന്നാ എല്ലാവരും ഇഷ്ടം കുടിച്ചതുപോലെ നാം ദൈവമക്കളാണ്, ലോകക്കാരെ പോലെ അല്ല. ഇവിടൊക്കെ ഈ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ അത്ര കുഴപ്പം വന്നിട്ടില്ല. അങ്ങോട്ട് വരണം, ആ സൈഡൊക്കെ സ്തോത്രം. ഇതൊക്കെ ഒത്തിരി പിടിവിട്ടു. അവരോട് മോശം ചോദിച്ചതുപോലെ കെട്ടടിച്ചെന്ന അടിച്ചു വിട്ടു. എന്തിലെ വേണേലും പോകാം, എങ്ങനെ വേണേലും മേയാം. സൺഡേ ഇനി വന്നാൽ മതി. സൺഡേ വർഷിപ്പിന് അങ്ങെല്ലാവരും വേണം. മൺഡേ മുതൽ സാറ്റർഡേ വരെ എതിലെ വേണേലും മേയാം. സൺഡേ ആകുമ്പോൾ അതല്ല, അവിടെ നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താൻ ഇതിന് ആലോചന ഉണ്ടാകുന്നില്ല. ഇവരെ തെള്ളിയിടാൻ കാര്യം 1, ബാൽപയോറിനോട് ചേർന്ന്. 2, പ്രേതങ്ങൾക്കുള്ള ബലികളെ തെള്ളിയിടാനുള്ള കാര്യമാണ്. എന്തുവാ? ജാതികൾ ബലികടിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാണ്. അതുകൊണ്ട് നീ പോയി ക്രിസ്തുമസ് കേക്കൊന്നും തിന്നരുത്. മേടിച്ചു വെച്ച് കാണിപ്പോടെ, അച്ഛാ നല്ല കേട്ട, അച്ഛാ മേടിക്കച്ച നല്ലതാ, മാർബിള. ക്രിസ്തുമസ് കേക്ക് പക്ഷെ ഞങ്ങൾ മേടിച്ചത് അനിയത്തി കൊണ്ട് തന്നതാ. ചുമ്മാ കിട്ടിയതല്ലേ. ഇത് പ്രേതങ്ങൾക്ക് ബലി കഴിക്കുന്നതാ. ഡിസംബർ 25-നല്ലല്ലോ യേശു ജനിച്ചത്, അല്ല. വേറെ ചില രാജ്യങ്ങൾ വേറെ ഡേറ്റാ. അപ്പൊ എത്ര യേശു ഉണ്ട്? യേശു കൂടെ ജനിക്കുക ഓരോ മാസവും. ഇവിടെ 25-ന് ജനിച്ചു, അവിടെ അവിടെ ജനുവരി ജനിക്കുന്നു. പുള്ളിക്ക് വരുന്ന ഗതികേട്ട് ഒരു വർഷം എത്ര പ്രാവശ്യം? സ്തോത്രം. ഇതൊക്കെ ജാതിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടമെടുത്തതാണ്. നിമ്രോദിന്റെ കാര്യവും തമ്മൂസിന്റെ കാര്യവും സെമിറാമീസിന്റെ കാര്യവും അവിഹിത ബന്ധമൊക്കെ ചരിത്രം എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം പാപ്പാമതൊക്കെ ഇതിനകത്ത് കയറ്റിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുസ്തന്തീനോസിന്റെ കാലത്ത് കൂട്ടമാനസാന്തരം ഉണ്ടായി, കൂട്ടസ്നാനം നടത്തി ഇതിനകത്ത് കയറ്റി. അത് അവര് കയറിയതോടുകൂടി വേറെ ചിലതൊക്കെ കയറി
അതെല്ലാം സമുദായ സഭകൾ ആചരിച്ചു. പെന്തിക്കോസ് വന്നപ്പം പെന്തിക്കോസുകാർ ഇപ്പം അതെടുത്ത് ഇപ്പൊ നമുക്കുണ്ടല്ലോ കരോൾ ഗാനമൊക്കെ പാടാൻ ആൾക്കാർ പോകുന്നുണ്ട്. തൊപ്പിയൊക്കെ വെച്ചു, പാഷണ നിലയിൽ ഒരു തൊപ്പി, സെക്രട്ടറിയുടെ നിലയിൽ 2 തൊപ്പി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം വായിച്ചൊരു പുരോഹിതനാണ്, അതിൻ്റെ സഭയുടെ പ്രധാന അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു എല്ലാം അടുത്തേക്കായി പുള്ളി പറഞ്ഞാ കേട്ടോ, ഞാൻ പറഞ്ഞതല്ല, മിക്കതും, എല്ലാവരുടെ കാര്യമല്ല, മിക്കവരും യേശു ജനിച്ചത് മനസ്സിലായില്ല. പിന്നെ യേശു ജനിക്കുമ്പോ സന്തോഷമല്ലേ, സ്തോത്രം. പ്രേതങ്ങൾക്കുള്ള ബലി നിന്നു, നീ ആവശ്യമില്ലാത്തതൊന്നും കഴിക്കാൻ പോകരുത്. ക്രിസ്തുമസ് കേക്ക്, ഈസ്റ്ററിനുള്ള അപ്പം, ഇണ്ടറിയപ്പം, ഓണസദ്യ, 16 അടിയന്തരം, നെയ്യപ്പം, ഉണ്ണിയപ്പം. ഞാനിപ്പൊ പറയുന്നത് പെന്തിക്കോസുകാരോടാ കേട്ടോ, മറ്റുള്ളവരോടല്ല, പെന്തിക്കോസുകാരോടാ. അത് ഏത് പെന്തിക്കോസാന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ഞായറാഴ്ച വന്ന് തിരുമേശി എടുക്കുന്ന നിന്നോടാ പറയുന്നത്, മറ്റുള്ളവരോടല്ല. അങ്ങനെയുള്ള പെന്തിക്കോസുകാർക്ക് പറയാം, നീ ക്രിസ്തുമസ് കേക്ക് കഴിക്കരുത്, കേക്ക് കഴിച്ചോ, ഈ ചടങ്ങ് ആചാരം. ഈസ്റ്റർ നീ ആഘോഷിക്കരുത്, അപ്പോ താറാവ് കറി അന്നേ ദിവസം ഉണ്ടാക്കി പെരുക്കരുത്. നേർച്ച സാധനം ഒന്നും കഴിക്കരുത്. നേർച്ച പാച്ചോറും പടച്ചോറും പായസവും ഉണ്ടല്ലോ, അരവണി, മല്ലരും, പുഴുക്ക് നേർച്ച. അവിടെ ചെമ്പിനാണ് പുഴുക്ക് അടിച്ചോ ഒടുവിൽ കൊടുത്തോളും. പുഴുക്കല്ലേ, അവൻ കൊടുക്കും. നിങ്ങൾ കർത്താവിന്റെ മേശിക്കലും ഭൂതങ്ങളുടെ മേശിക്കലും പങ്കുകാരാകരുത്. ഇത് 28 പോകും, അടിയന്തരത്തിന് പോകും, മാമൂലിതാക്കി പോകും, ആണ്ടിയാത്തത്തിന് പോകും, 16 അടിയന്തരത്തിന് പോകും, ആണ്ട് കൂടുമ്പോ അപ്പനും വലിയപ്പനും ചാകുമ്പോ ആണ്ടിന് അതിൽ പോകും. ഓണസദ്യ തൂഷലിനെ വെട്ടി സെറ്റ് സാരി ഉണ്ടത്തെ ഓണസദ്യ. ഉപ്പേരി നല്ലതായിരുന്നു, മാമ ഇവിടെ മാത്രമാണോ? ശർക്കര വരട്ടിക്ക് ഇച്ചിരി മൂത്തം തോന്നുന്നു. ഗുരുവായൂർ പപ്പടമാണോ മാമേ? ചുമ്മാ വേർപാടുമില്ല, പ്രമാണവുമില്ല, കാണുന്നിടത്തെല്ലാം പോയി തലയിട്ട്. ഇപ്പൊ പെന്തിക്കോസുകാരും 28 കിട്ടുന്നുണ്ട്, ഉണ്ട് ഉണ്ട്. ചരട് മേടിച്ചോണ്ട് പോവുക. അതെ, കൊച്ചിന്റെ ആരാണ് ഇങ്ങനെ കിടന്നിട്ട് ഒരു വിഷയമില്ല. അമ്മാമ സ്തോത്രം പറഞ്ഞ ഗതിയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരുടെയും കാര്യമല്ല. അതെ, ഞങ്ങളുടെ മാവി പറഞ്ഞു, എടി എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല, കണ്ണും ദോഷം. പുസ്തകത്തിലെ വാക്യം യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം. അങ്ങനെ ആ പുസ്തകത്തിൽ പറഞ്ഞു. ദൈവമക്കൾ വേർപാട് പാലിക്കണം. കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപദേശം പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. പിന്നെ അനുസരണം കിട്ടുപോയി മേടിക്കുകയും കഴിക്കുകയും ചെയ്താൽ മേടിച്ച് കെട്ടിപ്പോകും. പറയാനുള്ളത് നമ്മൾ പറയണം. നമ്മൾ പറയാനിട്ട് അവർക്ക് ഈ ഗതി വന്നെന്ന് പറയുന്നത്. അനുസരണം കെട്ടുപോകുന്നത് മേടിക്കുമല്ലോ. കോഴിയോ കുഞ്ഞുങ്ങളെ കൊത്തി ചിറക്കുമ്പോൾ ചില കോഴി കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിന്റെ കീഴിലാണ് നിൽക്കുന്നത്. അമ്മ കുത്തിയിട്ട് കൊടുക്കും. ഞാനും അമ്മ അത് മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുഞ്ഞുങ്ങളുടെ വായും കൊത്താനുള്ള ആക്ക അമ്മയ്ക്ക് അറിയാം. വലിയ ഞാഞ്ഞൂല തള്ള നല്ല ചൂണ്ടുകൊണ്ട് കുത്തി മുറിച്ച് ഇട്ട് കൊടുക്കും. അത് നല്ല കുഞ്ഞുങ്ങൾ അത് കഴിക്കും. ചില ബിരുദന്മാര് കോഴി കുഞ്ഞുങ്ങൾ ഇത് തൃപ്തിയാകാതെ വേറെ ഞാഞ്ഞൂലിനെ കണ്ട് ഓടും. അന്നേരം മേളിൽ നിന്ന് പുള്ളി വന്ന്
എന്നാലും അമ്മയല്ലേ, അമ്മ ഉടനെ പൊക്കി പറന്ന്, അധികം പറക്കാൻ പറ്റത്തില്ല. അപ്പം വീട്ടുകാരത്തി അമ്മ 2 പിള്ളേര് കണ്ട് ഓടിച്ചെന്ന് കട്ടൻ കെറിഞ്ഞ് കോഴിക്കെറിഞ്ഞ് ചിലപ്പം പുള്ളിന്റെ കീഴിൽ നിന്ന് പിടിവിട്ട് താഴെ വീഴും. അങ്ങനെ താഴെ വീഴുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പഴയ അമ്മമാർക്കറിയാൻ എടുത്ത് കൊണ്ടുവന്ന് പച്ചമഞ്ഞുള്ള കല്ലേ വെച്ച് അരച്ച്, ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഗിയോ 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 എന്ന് പറഞ്ഞ് പരുവക്കേടി കിടക്കുക. പുള്ളു പിടിച്ചതാണ്, ഇരിപ്പ് കാണാൻ പറയാം, പുള്ളു പിടിച്ചതാണ്. മാസത്തിന്റെ ഒടുവിൽ പുള്ളു പിടിച്ചതിനെല്ലാം നമ്മള് ആണ്ട് തീരാൻ പോവല്ലേ. 2024 മുതൽ അവിടെ എവിടെയെല്ലാം ചെന്ന് കയറി പുള്ളു നിന്നെ പിടിച്ചു. ഇപ്പൊ പരുവക്കേടി ഗിയോ ഗിയോ വെച്ച് ഇങ്ങനെ വന്നിരിക്കുക. ഡിസംബർ മാസം അതിനെല്ലാം കൂടെ കൊണ്ടിട്ടേച്ച് അമ്മ ചെയ്യുന്നതാ പച്ചമഞ്ഞ നന്നായിട്ട് അരച്ച് മൊത്തം അമ്പ് പോകും. എന്നുവെച്ചാൽ ഞങ്ങളുടെ അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല കിണ്ണനുണ്ട്, കിണ്ണൻ. ഈ കിണ്ണൻ ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ കുത്തിച്ചാരി വെക്കും. ഒരു കപ്പുണ്ട് ഇങ്ങനെ കിണ്ണൻ ഇങ്ങനെ ഈ കോഴിക്കുഞ്ഞിനെ ഇതിന്റെ കീഴേ കിടത്തും. പച്ചമഞ്ഞ അങ്ങനത്തെ തേച്ച് അരച്ച് വെച്ചിരിക്കുക. 3 ദിവസത്തെ ഉപവാസമല്ലേ, മഞ്ഞൾ തരില്ല. ഇതിനെ ഇങ്ങനെ കിടത്തേക്ക് അമ്മ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഈ ചെറിയ കമ്പെടുത്ത് ചിക്കനിട്ട് ഇങ്ങനെ അടിക്കും. നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ താഴെ കിടന്ന കോഴിക്കുഞ്ഞ് ഇന്ന് പകല് ഇച്ചിരി അനക്കം വന്നിട്ടുണ്ട്, വൈകിട്ടും ഇച്ചിരി വന്ന് നാളെ നന്നായിട്ട്. ഇതിനെ ഉപവാസ പ്രാർത്ഥനയല്ല, കിണ്ണനടി. ഉപദേശമാര് പറയുക, മിക്ക സഭയിലും പറയും, നമുക്ക് ഡിസംബർ തീരാൻ പോവുകയാണ്, ഒടുവിൽ 3 ദിവസം കിണ്ണനടിയുണ്ട്. ആദ്യ ദിവസം കിണ്ണനടിക്കാൻ വിളിച്ചേക്കുന്നത് കാവാലം ഭാഷയാണ്, പുള്ളി കിണ്ണനടിക്കും. 2ാം ദിവസം വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കിണ്ണനടിയിൽ നിങ്ങൾ എല്ലാവരും വന്ന് അവൻ പരുന്ന് പിടിച്ചവനും മുള്ളു പിടിച്ചവനും കാക്കറാഞ്ചവനും ഒക്കെ തോട്ടിയവനും എല്ലാം ഇതിനകത്ത് ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം നിന്നെ പുള്ളു പിടിച്ചതാണ്. സ്തോത്രം. ഇതല്ലേ ഇപ്പം മിക്കടുത്ത് നടക്കുന്നത്. ആവശ്യമില്ലാത്തത് കഴിക്കാനും കുടിക്കാനും പോകരുതെന്ന് ദാനിയേൽ തീരുമാനിച്ചത് എങ്ങനെ? രാജാവിന്റെ ഭോജനം കൊണ്ടും വായിക്ക് 1:8 ദാനിയേൽ പ്രവചനം. ഓ, പത്താം വാക്യം വായിച്ചേ. രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് രാജാവ് കഴിക്കുന്ന ആക്കം വായിച്ചേ. ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടെ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെ തന്നെ അശുദ്ധനാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ രാജാക്രമാക്കിമാണ്. എനിക്ക് തെറ്റിയതാ 8 ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പൊ എനിക്ക് തെറ്റിയില്ലല്ലോ. സഹോദരിക്ക് ഞാൻ കണ്ണും കടയെന്ന് കാണാനില്ലേ. 1:8 ഒന്നുകൂടെ വായിക്കാം. സഹോദരി മൈക്കിൽ കൂടെ വായിക്കും. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും. അപ്പൊ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പൊ ആദ്യം സഹോദരി ഏതാ വായിച്ചത്? എന്നാലും വായിച്ചല്ലോ, വേദപുസ്തകമാണല്ലോ വായിച്ചത്, അതുകൊണ്ട് സന്തോഷമാണ്. 1:8 വായിച്ചു ഒന്നുകൂടെ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെ തന്നെ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതാ തീരുമാനം. ഹൃദയത്തിൽ ഈ നമ്മളെല്ലാം ഹൃദയത്തിൽ നിശ്ചയിക്കും. പക്ഷെ അവസരം വരുമ്പോ എല്ലാവരും ഹൃദയത്തിൽ തീരുമാനിക്കും. പക്ഷെ ഈ സ്റ്റെപ്പ് പറഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോ പക്ഷെ ദാനിയേൽ അങ്ങനല്ല. ഹൃദയത്തിൽ നിശ്ചയിച്ച കാര്യം ഷണ്ഡാധിപനോട് പറഞ്ഞു. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഷണ്ഡാധിപനോടും പറഞ്ഞു. ആദ്യം ഹൃദയത്തിൽ തീരുമാനിച്ചു. ആ തീരുമാനം ശരിയായതുകൊണ്ട് അത് ക്ഷമാധിപനോടും പറഞ്ഞു. നമ്മൾ ഹൃദയത്തിൽ തീരുമാനമൊക്കെ എടുക്കും, പക്ഷെ അവസരം കിട്ടുമ്പോ നിന്ന് പെരുക്കും. അടിച്ച് എങ്ങനെയെങ്കിലും 25-ാം തീയതി വരണേ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ
ഏത് 25? ഡിസംബർ. പക്ഷേ ദാനിയേൽ പറഞ്ഞ് എനിക്ക് ഈ ഭോജനം ഒന്ന്, ഈ വീഞ്ഞും വേണ്ട, ഈ ഭക്ഷണം വേണ്ട. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവസാനം ടെസ്റ്റിങ് കഴിഞ്ഞപ്പോൾ ഈ ബാലകന്മാര് മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അതാ 10 ഇരട്ടി വിശിഷ്ടന്മാർ. ദൈവമക്കളെല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും ഒന്നും പ്രമാണമില്ല. എല്ലാ കല്യാണത്തിനും പോയി ഉണ്ണരുത്, എല്ലാ ചടങ്ങിനും പോകരുത്, എല്ലാ ഫംഗ്ഷനും നീ പോകരുത്. ഷാജി തന്നെ പിടിക്കും. മനസ്സിലായോ? വേർപാട് പാലിക്കണം. ഓടിച്ച് അവസാനിപ്പിക്കാം. തെള്ളിയിടാൻ കാര്യം 1 ബാൽപ്രയോജനോട് ചേർന്നു. 2 പ്രേതങ്ങൾക്കുള്ള ബലികളെ സൂക്ഷിക്കണം. 3 24-ാം വാക്യം വായിച്ച 106-24, 106-ാം സങ്കീർത്തനം 24. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. തെള്ളിയിടാനുള്ള അടുത്ത കാര്യമാ മനോഹര ദേശത്തെ കനാൻ ദേശം നിരസിച്ചെന്ന്. കനാനിലേക്ക് പോകാനാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ യോർദാന്റെ തീരത്ത് വന്നവൻ പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. അതിനാ യോർദാന്റെ തീരമായപ്പോ ഇഷ്ടംപോലെ സമ്പത്തായി. ആടുമാടുകളും കന്നുകാലികളും വേറും പിറപ്പും ഒക്കെ വർദ്ധിച്ചു. അന്ന് ഇറങ്ങിയപ്പോ അധികം ഒന്നുമില്ല. യോർദാന്റെ തീരമായപ്പോ ഏതാണ്ട് 10-40 വർഷത്തോളം അടുക്കുക. 40 വർഷമായപ്പോ പഴയ പരുവക്കേടല്ല, എല്ലാം മാറി. കാക്കക്കേട് മാറി. കാക്കക്കേട് മാറിയപ്പം വീടായി, വണ്ടിയായി, ചുറ്റുപാടായി, പിള്ളേര് വിദേശത്തൊക്കെ പോയി 10 പുത്തനായി. ആ പഴയ കെടുതിയെല്ലാം മാറി. ഇപ്പൊ ഒരു 5-8 ജോഡി സാരി ഉണ്ട്, ചുരിദാറുണ്ട്, ഷർട്ടുണ്ട്, പാൻറ്റുണ്ട്. പണ്ട് ആനമായം വരെയാണ്, ആനമായം വരാം. ഇപ്പൊ അതെല്ലാം മാറി. വാർക്ക കെട്ടിടമായി, ബെഡ്റൂമായി, സിറ്റിംഗ് റൂമായി, കിച്ചണായി, മർക്കേരിയായി, ബാൽക്കണിയായി, പിന്നെ ഗസ്റ്റ് റൂമായി, എല്ലാമായി. അതൊക്കെ നല്ലതാണ്. പണ്ട് ഒരു സൈക്കിള് പോലും ഇല്ലായിരുന്നു. ഇപ്പം 2 വീലർ ഉണ്ട്, 4 വീലർ ഉണ്ട്, എല്ലാമായി. സ്തോത്രം. അന്ന് ഇറങ്ങിയപ്പോ ഒന്നുമില്ല. ഇപ്പൊ ആവശ്യത്തിനെല്ലാം ദൈവം തന്നു. അതല്ലേ അവര് വന്ന് പറഞ്ഞത്, ദൈവം എഴുതി ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. അതിനാ ഞങ്ങൾക്കിപ്പോ കന്നുകാലികളും ആടുമാടുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അന്ന് ഇറങ്ങിയപ്പോ ഒന്നുമില്ല. ഞാനെപ്പോഴും പറയാം, അന്ന് ഇറങ്ങിയപ്പോ ഒരു പെണ്ണാട്, ഒരു മുട്ടാട്, ഒരു കുഞ്ഞാട്, പിന്നെ ഒരു ചട്ടി, ഒരു വെട്ടി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു പട്ടി, ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഒരു വട്ടി, ഒരു ചട്ടി, ഒരു കുട്ടി, ഒരു പട്ടി. അന്ന് ഇന്നിപ്പോ പിള്ളേർക്ക് കാശായപ്പം 5000 രൂപയുടെ പട്ടി, 25,000 രൂപയുടെ. പണ്ട് പെന്തിക്കോസുകാർക്ക് പട്ടി എന്ന് പറഞ്ഞാൽ വഴിയെ പോയി ഒരു പട്ടി നമ്മുടെ വീട്ടിൽ കയറി വന്നപ്പോ അമ്മ ഇച്ചിരി ചോറ് കൊടുത്ത് അത് പോയില്ല. അപ്പൊ അവിടെ നോക്കി ആ പട്ടി അവിടെ കിടന്ന് അതാണ് നമ്മുടെ ഒരു പേരുണ്ട് അന്ന്. ഇപ്പൊ ആ പട്ടിയൊന്നുമല്ല. ഇപ്പൊ കാശ് മുടക്കി എന്തോ എന്തൊക്കെ പേരൊക്കെ പറഞ്ഞ എന്തോ പേരിന് എന്തൊക്കെ എന്താ ഇതിനില്ല. ഓ ഞാൻ പറഞ്ഞ തെറ്റും. എന്തോ ബില്ലറിന്റെ കാര്യം അവർ പറഞ്ഞു. അതിനെന്തോ വലിയ 5000 ആകും. എന്നാലും ഉദ്ദേശം ദശാംശം കൊടുക്കുകയല്ല. ചിലര് പട്ടിക്ക് തന്നെ ഷാമ്പു, ബിസ്ക്കറ്റ്, പറ്റതുള്ള ബിസ്ക്കറ്റ് കഴിക്കാതെ കിടക്കുക, അവൻ കൊടുക്കുകയല്ല. പിന്നെ പട്ടിക്കെല്ലാം കൂടെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമാണ് പറഞ്ഞത്. സ്വന്തം പെറ്റതള്ള മരിക്കാറായി. അന്നാ ഒരു സമയമായി പോണം നോക്കിയത്. ഇപ്പം ഇതൂടെ കേട്ടു പോകും. സ്വന്തം പെറ്റതള്ള കിടക്കുക വയ്യാതെ. ഒരു ബിസ്ക്കറ്റ് കൊടുത്തില്ല. ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയമാണ്. മറ്റേ ആകാരം കട്ടയായിട്ട് ഒന്നും കഴിക്കുകയില്ല. കൊടുത്തില്ല. അനിയൻ ബിസ്ക്കറ്റ് മേടിച്ച് കാപ്പിക്കകത്ത് മുക്കി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം ചേട്ടൻ ഒരു പട്ടിയെ വളർത്തുക, അവൻ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു.
വിഷയമല്ല, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ആരംഭകാലത്ത് ഇതൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടംപോലെ നന്മയായി കഴിഞ്ഞപ്പോ ഇവര് മോശമോട് വന്ന് പറയുക, ദയവ് ചെയ്ത് കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്, മനോരദേശത്തെ നിരസിക്കുക. ഞാൻ സംഖ്യാപുസ്തകം 32 ഇപ്പൊ പറഞ്ഞത് വായിപ്പിക്കുന്നില്ല. രൂപേന്ദ്രനും ഗാന്ധിനും മനശയുടെ പാതി ഗോത്രം. എന്നാൽ രൂപേന്ദ്രനും ഗാന്ധിക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നെന്നാണ്. ഇപ്പൊ ഇഷ്ടംപോലെ ആടും മാടും. അന്നൊന്നുമില്ല. അന്ന് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു കീറസായ അത് തട്ടി കീറിയതാണ് അന്ന്. ഇതുപോലെ തലയിലിടാൻ ഒന്നുമില്ല. ആ സാരിയുടെ അറ്റമായിട്ട് ഇല്ലേ, നിങ്ങളുടെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ തലയിലിടുന്നതിന്റെ പേരിന് ഞാൻ പറഞ്ഞ തെറ്റു, അതുകൊണ്ടാണ് പറയാൻ. നല്ലതാണ്. പണ്ടങ്ങനല്ല, പണ്ടേ തല സാരിയുടെ അറ്റമാണ്. അതും ഇത്ര ഇങ്ങനെ ആയിരുന്നേ. ഇപ്പൊ നല്ല വില കൂടിയ സ്കാർഫും ഒക്കെ കയ്യിലുണ്ട്. നല്ലതാ, യോഗ്യമാണ്. ഇപ്പൊ ഇഷ്ടം പോലെ. അന്ന് ചിന്തിച്ചിട്ടുണ്ട് നല്ലൊരു സാരി കിട്ടിയാൽ കൊള്ളാം, നല്ലൊരു ഷർട്ട് കിട്ടിയാൽ കൊള്ളാന്ന് അന്ന് ചിന്തിച്ചതാ. പലർക്കും ചെരുപ്പില്ലായിരുന്നു. നൂപ്പാട് വരെ കാലെ കല്ല് വരെ കാച്ചി. പിന്നെ തിരുതല്ലുക രാത്രി ഇരുന്ന്. നല്ലതൊക്കെ ഓർക്കുന്ന നല്ലതാണ്. എന്തോ അമ്മാമൻ പുറകോട്ട് നോക്കുന്നത്? തിരുതല്ലിയതാണോ അതോ? അല്ല, കുറ്റം പറഞ്ഞതല്ല. അല്ല, നല്ലൊരു വീട്ടിൽ നല്ല പാത്രമില്ലായിരുന്നല്ലോ മിക്കവർക്കും. അന്നൊക്കെ മംഗലം. അത് ഒത്തിരിയൊന്നുമില്ല. ചില മംഗലം പൊട്ടും, കിടുത്ത വീഴും, അത് തുണി തിരികെ കയറ്റും. ഇല്ലേ? തുണി സ്തോത്രം. ചില വീട്ടിലെ കറച്ചട്ടിയുടെ വങ്ക് പൊട്ടി, വേറെ മേടിക്കാൻ വലുവില്ല. വങ്ക് പൊട്ടിയ എല്ലാ വീട്ടിലും ചീനച്ചട്ടി ഇല്ല. ഇരുമ്പ് ചീനച്ചട്ടി എല്ലാ വീട്ടിലും ഇല്ല. പിന്നെ അത്യാവശ്യം അപ്പുറത്തെ വീട്ടിൽ നിന്നാ ഇരുമ്പ് ചീനച്ചട്ടി. പിന്നെ അവിടുത്തെ തലമുറ പെട്ടെന്ന് കാരണം എനിക്ക് കടുക് ആളും കണ്ടതാണ്. ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതല്ല. പിന്നെ മിക്കവർക്കും പറയട്ടി എന്നാണ് ഞങ്ങളവിടെ പറഞ്ഞേ. അതും എങ്ങനെയോ പൊട്ടി പകുതിയേ ഉള്ളൂ. അത് പിന്നെ അടുപ്പ വെച്ച് പുറകോട്ടൊക്കെ ഒന്ന് ഓർക്കാൻ ഞാൻ ഓർക്കുന്നത്. നിങ്ങളുടെ ഇത് കണ്ടിട്ട് വിക്ടോറിയ രാജ്ഞിയുടെ അനിയത്തിയാന്ന് പറഞ്ഞു. അല്ല, മൺചട്ടിയും പൊട്ടിയ ചട്ടിയും പൊട്ടിയ മംഗലവും. വീട്ടിലെ 5-8 പേര് ഒന്നിച്ചു വന്നാൽ വിളമ്പാൻ പ്ലേറ്റില്ല. അന്നേരം തേക്കിന്റെ ഇലയോ വട്ടയുടെ ഇലയോ വാഴയിലയോ ഓർക്കണ്ടേ? നമ്മൾ ഇലവെട്ടാൻ പോയതല്ലേ. ഇപ്പൊ ഇഷ്ടം പോലെ നന്മയൊക്കെ ദൈവം തന്നു. നല്ല കാര്യം. അന്ന് എല്ലാവർക്കും കട്ടിലില്ലല്ലോ. ഒരു ചെറിയ കട്ടില്ല. ആ കട്ടിലെ അപ്പച്ചനാ കിടക്കുന്നത്. കട്ടിലെ കിടക്കാൻ കൊതിയുണ്ടായിരുന്നു. 4-5 പിള്ളേരുള്ളവർ ചിലപ്പോൾ ഇന്ന് ഞാനാ കട്ടിലെ കിടക്കുന്നത്, നിന്നെ കിടത്തുകയല്ല. അന്നേരം മാതാപിതാക്കൾ പറയും, എടാ നീ ഇന്നലെ കട്ടിലേ കിടന്നാ, നീ താഴെ കിടക്ക. അവൻ ഇന്ന് കട്ടിലെ. നിങ്ങൾ ഇതൊക്കെ ഓർക്കത്തില്ലേ? ഞാനിതെല്ലാം ഓർക്കുകയും ചെയ്യും, ഞാൻ പറയുകയും ചെയ്യും. നിന്റെ ഇപ്പോഴത്തെ പത്രാസും പ്രൗഢിയൊന്നും എടുത്തോണ്ട് വരരുത്. ഞാനിതൊരിക്കൽ പറഞ്ഞ് പോരാണ്ട് പറഞ്ഞു, എനിക്ക് ഇതൊന്നും ഇപ്പൊ പറയാം ഓടാന്ന് പറഞ്ഞു. നിന്റെ പാട്ടിന് നാശം പിടിച്ചു പറഞ്ഞു. ഇതാ അനുഭവിച്ചത് ഓർക്കണം, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്റെ അനുഭവം പറയാം കേട്ടോ. ചിലപ്പോ ഈ വലിയ വീട് ഇപ്പോഴല്ല, ചെന്നപ്പോഴേ നല്ല മെത്ത ഞാൻ ഇങ്ങനെ ഇരുന്ന് തുള്ളി നോക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇതിലൊക്കെ ഇരിക്കുന്നത്. ഒരിക്കലും ഒരു വലിയ ഇപ്പോഴല്ല, വലിയ വീട്ടിൽ കൊണ്ടുപോയി ബാത്റൂമിൽ ചോദിച്ചു, ബാത്റൂം അതാന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാനിതിനകത്ത് കയറി അന്തം ഇതെങ്ങനെയാണെന്ന് പോലും
എവിടാ ഞെക്കുന്ന എവിടാ തിരിക്കുന്നത് പോലും നമുക്കറിയാം. അത് പിടിച്ചു തിരിച്ചപ്പോ എന്റെ ദേഹത്തോട്ട് വേണം. ആകെ ഒരു ജോഡി ഡ്രസ് കൊടുത്തോണ്ടാണ്. അറിയത്തില്ല ആദ്യമായിട്ട്. അല്ല, ഞാൻ ഇതൊക്കെ തുറന്ന് പറയുന്നതാണ്. അതിനെന്നെ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് യൂറോപ്യൻ ക്ലോസറ്റ് അന്ന് ആദ്യമായിട്ട് ഞാൻ കാണുക 38-40 വർഷം മുമ്പാണ് ആദ്യമായിട്ട് കാണുക. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എനിക്കറിയത്തില്ല. അന്ന് അയാൾ പറഞ്ഞു തരണ്ടേ? അല്ല, ഇത് എനിക്ക് ലജ്ജയൊന്നുമില്ല കേട്ടോ. ഞാൻ പണ്ട് നമ്മൾ സാധാരണ വീടിന്റെ അടുത്ത് ഒരു കുഴി ഉണ്ടാക്കും, അത് വളക്കുഴി എന്ന് പറയും. അവിടെ അതിൽ നമ്മുടെ ഇരുന്ന് ദിനചര്യകള് ഞാൻ അതുപോലെ ഇതിന്റെ മണ്ടേ കയറിയിരുന്നു. നമുക്കറിയത്തില്ല. ഇത് പറയാൻ തന്നെ അറിയത്തില്ല. ആദ്യമായിട്ടൊരു ഫാനൊക്കെ അതിന്റെ കീഴെ കിടക്കുക എന്ന് പറഞ്ഞ ഫ്രിഡ്ജ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ കൊച്ചിന്? ഈ ഹൈസ്കൂളിൽ ചെന്നപ്പോഴേ കൂടെ പഠിച്ച സഹോദരന്മാരൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട്. അവരൊക്കെ ഷൂ ഒക്കെ ഇടും, പാൻറ് ഷൂ. എനിക്കന്ന് മുണ്ട ഷൂ, ഞാൻ ഷൂ ഇട്ടിട്ടില്ല. അപ്പം ഈ ചപ്പല, ഈ പാരകണ്ണിന്റെ. അപ്പം ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കുള്ള ഡോർമെട്രിയിൽ അവര് ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ ഉപവാസമാണ്, ഞാൻ തന്നെ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരുടെ ഒരു സഹോദരൻ്റെ ഷൂ കിടക്കണം. അവൻ ചെരുപ്പിട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവന്റെ സോക്സും എല്ലാം വലിച്ചു കയറ്റി ഇട്ടേച്ച് ഈ ഷൂ ഇട്ടേച്ച് ഞാൻ അകത്തോടൊന്ന് നടന്നു നോക്കി. കാരണം എൻ്റെ ചിന്ത ഇതാണ്, എന്നെങ്കിലും ഒരു ഷൂ മേടിക്കാൻ ഒരു മാർഗം ഉണ്ടായാൽ അന്നേരം ഇട്ടുകൊണ്ട് നടക്കണ്ടേ, വേണ്ടേ? എന്നെങ്കിലും ഒരു ഷൂ മേടിക്കാൻ മാർഗം ഉണ്ടാകുകയാണെങ്കിൽ അന്ന് ഇതിട്ടോണ്ട് നടക്കണമല്ലോ. അതിന് ഞാൻ ആരുമില്ലാതെ ഈ ഷൂ ഇട്ടുകൊണ്ട് മുറിക്കകത്തോടെ നടന്നു നോക്കി. ഇതൊക്കെ നമ്മൾ ഓർക്കണം, നടത്തിയ വിധമൊക്കെ ഓർക്കണം. ഓർക്കണം. ബെഡ്ഷീറ്റ് വല്ലതും ഉണ്ടോ നമ്മൾ പുതയ്ക്കാൻ? ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് തണുപ്പ് വരുമ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പായലാകുന്ന ഉരുളുമ്പം പിന്നെ കൂടാന്ന് കേട്ടോ. വയറ് നിറച്ച് ഭക്ഷണം ചിലപ്പോൾ കിട്ടുകയില്ല. ചിലപ്പോൾ കറിയൊക്കെ വെക്കുമ്പം നല്ല പരാതി കറി വെച്ചതും ഒക്കെ ആയിരിക്കും. പരാതി നിലയുള്ളതല്ലേ, ചിലപ്പോൾ കിട്ടുക. ഒരു കഷ്ണവും ചാറും ഒക്കെ തരുന്നു. ഒരു കൂട്ടാനേ വെക്കുള്ളൂ കേട്ടോ. 2-3 കൂട്ടാനൊന്നും വന്നില്ല. കൂട്ടാനേ ഉള്ളൂ. അതും ഒരു കഷണവും ചാറും കൂടെ ആയിരിക്കും തരുന്നത്. പിന്നെ ഈ തരംതിരിവെന്നല്ല, അങ്ങനെ ചിന്തിക്കരുത്. അമ്മമാർക്ക് ആൺപിള്ളാരോടൊരു കരുതലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവസാനം ചാറ് തൊട്ട് നദിയൊക്കെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും, ചിലപ്പം അമ്മയുടെ വിധവും കൊടുത്തു തരും. അത് ചിലപ്പോൾ മിക്ക അമ്മമാരും അവസാനമായി കറച്ചട്ടിക്കകത്ത് പുളി ഇച്ചിരി ചാറും കാണും, ചോറും അധികം കാണുകയില്ല. ആ ചോറ് കൈകൊണ്ട് വാരി ചട്ടിയിലിട്ട്, ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ ഒന്ന് വിരകി ഇരുന്ന് കഴിക്കാനൊന്നും കാണുകയില്ല, നിന്നോണ്ട് 2 മിനിറ്റ്. അതാ അമ്മ. ഇതൊക്കെ ഓർക്കണ്ടേ? വല്ല വിരുന്നുകാർ വന്നാലേ നമുക്കൊരു മുട്ടക്കറി കൂട്ടാൻ പോകണം. അത് മുട്ടക്കറി വെച്ചാൽ ഒരു മുട്ടയൊന്നും തരത്തില്ല. 10-12 പേരുള്ളിടത്ത് എങ്ങനെ എല്ലാവർക്കും ഓരോ മുട്ട തരുന്നത് അന്ന്. പിന്നെ അമ്മ മുട്ട പുഴുങ്ങി വെച്ച് 4ആയിട്ട് പൊളക്കും. അത് കടിഞ്ഞും കോഴിയുടെ മുട്ട ആയതുകൊണ്ട് ചെറുതാ. അത് 4ആയിട്ട് പൊളന്ന് മാറ്റി വെച്ച് ഈ കറച്ചട്ടിക്കകത്ത് ഇതെല്ലാം മടിയിട്ട് ചേരുവകളെല്ലാം ചേർത്ത് വെച്ച് കയറി തിളയ്ക്കുമ്പം ഞാൻ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കും അമ്മ ചെയ്യുന്നതൊക്കെ. കുഞ്ഞല്ലേ, നോക്കുമ്പം വിശപ്പും ഉണ്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയായി നോക്കി നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇത് തിളയ്ക്കുമ്പം അതിന് അമ്മ പറഞ്ഞ ആനക്കണ്ണ് തെളിയട്ടെന്ന്.
തിളക്കി പറയുന്നൊരു പ്രയോഗം ആനക്കണ്ണ്, അത് അടുക്കള ഭാഷയാണ്. ആ അപ്പം നിൽക്കണം, ആനക്കണ്ണ് തെളിഞ്ഞില്ലെന്ന് പറയും. അപ്പം അത് തെളിയുമ്പം ഈ മുട്ട വളരെ ബഹുമാനത്തോടെ ഇതിനകത്തോട്ട് വെക്കുന്നത് മനസ്സിലായി കാണും. വെച്ച് തവിയൊന്നും ഇട്ട് ഇളക്കത്തില്ല, ഈ ചട്ടി പിടിച്ചിങ്ങനെ. എന്നിട്ട് വിളമ്പാൻ നേരത്ത്, അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കാര്യമായി പറയുന്നത് കേട്ടോ, നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ചോറ് വിളമ്പിയേച്ച് കൂട്ടാൻ തരുന്നത് പീലീസ് എന്നാ പറയുന്നത്. പീലീസ് ഇവിടുത്തെ ഭാഷയെല്ലാം എനിക്ക് അറിയാൻ പറ്റില്ല. സോസറൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അന്ന് പീലീസ് എന്നാ പറയുന്നത്. അപ്പം ഈ പീലീസിനകത്തോട്ട് ആ നാലാങ്ങിട്ട് പൊളന്നതിൻ്റെ ഒരു പൊളപ്പ് ചിലപ്പോൾ ഉണ്ണി കാണുകയില്ല. ഉണ്ണി ചിലപ്പോൾ കലങ്ങിയെന്ന്. അപ്പം ഞങ്ങൾ പിള്ളേരല്ലേ, പിള്ളേർക്ക് വിളമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കുക, അന്നേരം പറയാം അവൻ ഉണ്ണി കൊടുത്ത് എനിക്ക് ഉണ്ണി. ഇപ്പൊ ആളുടെ ഉണ്ണി ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കഴിക്കാനും. ഉണ്ണിയായ ഉണ്ണിയല്ല ഇരിക്കുക, നമ്മൾ എൻ്റെ ഉണ്ണി. പണ്ടൊക്കെ കൊതിച്ചിട്ടുണ്ട്. ചിലപ്പോ നമ്മുടെ ഇരിപ്പ് കണ്ടു, ചിലപ്പോ അമ്മയുടെ വീതം പകുതി മുട്ടയായിരിക്കും അല്ലേ നമുക്ക് തരും. ഇതൊക്കെ ഒരു 10 മണിയാകുമ്പോൾ വിളിക്കാൻ പറ, അതുവരെ യോഗമാണ്. 9 ആകുന്നതേ ഉള്ളൂ, 10 മണി വരെ. ഇതൊക്കെ ഓർക്കണ്ടേ? ഓർക്കണം. ഞാനിതെല്ലാം ഓർക്കുകയും ചെയ്യും, കൂടെ കൂടെ ഞാനിത് പറയുകയും ചെയ്യും. എന്നോട് ഒരുത്തൻ ചോദിച്ചു, അമേരിക്കയിൽ പോകുമ്പോൾ, അവൻ അമേരിക്ക പോകുമ്പോൾ ഇതിന് അപ്പുറം പറഞ്ഞേച്ചാ വരുന്നത്. എവിടെയും പറയും സ്തോത്രം. ഇതെല്ലാം നീ ഓർക്കണം. നിന്നെ നടത്തിയ വിധം ഒന്നും മറക്കരുത്.